ഹലോ എവരി വൺ, ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കുന്നത്. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സെറ്റ് തിയറി എന്നൊക്കെ വരുന്ന നമുക്ക് ഓർത്ത് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയത്. ആദ്യം തന്നെ ഞാൻ ബേസിക് എന്നാണ് തുടങ്ങിയിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാം. ദെൻ ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ സെറ്റ് തിയറി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് നോക്കാം ക്വസ്റ്റ്യന്. 15 പീപ്പിൾസ് എന്താണ് സ്പാനിഷ് ആണ് സ്പീക്ക് ചെയ്യുന്നത്. ദെൻ 15 ഫ്രഞ്ച്, 20 സ്പാനിഷ്, 10 ബോത്ത് സ്പാനിഷ് ആൻഡ് ഫ്രഞ്ച്. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് എന്താണ് ഇതിന്റെ സെറ്റിന് ഓരോ പേര് കൊടുക്കുക. എഫ് ആണെങ്കിൽ എൻ ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്പർ ഓഫ് പേഴ്സൺസ് ഹു സ്പീക്ക് ഫ്രഞ്ച്. ഓക്കെ, അപ്പൊ നമുക്ക് നൊട്ടേഷൻ വെച്ചിട്ട് ഒന്ന് റെപ്രസെന്റ് ചെയ്ത് നോക്കാം. എൻ ഓഫ് എഫ് ഈക്വൽ ടു ഇവിടെ തന്നിരിക്കുന്നത് 15 ആണ്. ദെൻ എൻ ഓഫ് എസ് ആണെങ്കിൽ എന്താണ് സ്പാനിഷ് സ്പീക്ക് ചെയ്യുന്ന ആളുകളുടെ എണ്ണം, അത് 20 ആണ്. ദെൻ ബോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പൊ നമ്മൾ സെറ്റ് തിയറിന്റെ ടേമിലേക്ക് അതിനെ മാറ്റുക. ബോത്ത് ആൻഡ് ഇവിടെ ആൻഡ് എന്നുണ്ട്. സോ ഇവിടെ എന്താ വരുന്നത്, ഇന്റർസെക്ഷൻ ആണ്. സോ എൻ ഓഫ് എസ് ഇന്റർസെക്ഷൻ എഫ്, എസ് ഇന്റർസെക്ഷൻ എഫും തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് കാണേണ്ടത് എന്താണ്, നമ്പർ ഓഫ് പേഴ്സൺ സ്പീക്കിംഗ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദീസ് ടു ലാംഗ്വേജസ്. അപ്പൊ എന്താണ്, ഇതില് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് സംസാരിക്കുന്നത്. അത് പറഞ്ഞാൽ എന്താണ്, ഇപ്പൊ നമുക്ക് രണ്ട് കാര്യങ്ങൾ തന്ന് അത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന്, രണ്ടും കൂടെ എന്ന് പറഞ്ഞാലാണ് നമുക്ക് ഇന്റർസെക്ഷൻ. രണ്ടിൽ ഏതെങ്കിലും ഒന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ എടുക്കേണ്ടത്, യൂണിയൻ ആണ്. സോ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഒരു യൂണിയന്റെ അകത്തുള്ള നമ്പർ ഓഫ് എലമെന്റ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എൻ ഓഫ് എ യൂണിയൻ ബി, അല്ലെങ്കിൽ നമുക്ക് എ യൂണിയൻ ബി എങ്ങനെ കിട്ടുന്നത് അതറിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് അതിന്റെ നമ്പർ എടുത്താൽ മതി. അപ്പോ എ യൂണിയൻ ബി എന്ന് കാണാൻ നമുക്കറിയാം, എ യൂണിയൻ ബി പറഞ്ഞാല് എ പ്ലസ് ബി മൈനസ് എ ഇന്റർസെക്ഷൻ ബി ആണ്. സോ അതിന്റെ നമ്പർ ആണ് നോക്കേണ്ടത്. സോ എൻ ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എ ഇന്റർസെക്ഷൻ ബി എന്ന് കണ്ടാൽ മതി. ഓക്കെ, അപ്പോ ഇവിടെ അതിന്റെ വെൻ ഡയഗ്രം കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ സെറ്റ് തിയറി പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് വെൻ ഡയഗ്രം നിങ്ങൾക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യന്റെ വെൻ ഡയഗ്രത്തിലേക്ക് മാറ്റാൻ പറ്റുന്നുണ്ടോ നോക്കുക. അത് പറ്റിയാൽ തന്നെ നിങ്ങൾക്ക് ഒരുവിധം ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് 2023 ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് നമ്മൾ ആ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇവിടെ പറയുന്നില്ല. അതിലടക്കം ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കണം. അപ്പൊ ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഏരിയ ആണ്, പക്ഷേ ഇവിടുന്ന് 4 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ബട്ട് എന്താണ് ബേസിക് ആയിട്ടല്ല, അതല്ലെങ്കിൽ ഇതന്നെ നമ്മൾ പഠിച്ചതൊന്ന് അപ്ലൈ ചെയ്താൽ മാത്രം മതി, എന്നാൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, അപ്പോ ഇവിടെ നോക്കാം, എൻ ഓഫ് എഫ് യൂണിയൻ എസ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കറിയാം എൻ ഓഫ് എഫ് പ്ലസ് എൻ ഓഫ് എസ് മൈനസ് എൻ ഓഫ് എഫ് ഇന്റർസെക്ഷൻ എസ്. ജസ്റ്റ് ആ നമ്പേഴ്സ് ഇട്ട് കൊടുത്താൽ മതി. 15 പ്ലസ് 20 മൈനസ് 10 ദാറ്റ്സ് ഈക്വൽ ടു 16. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ. ദെൻ വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇസ് എ നൾ സെറ്റ്. തന്നിരിക്കുന്നതിൽ ഏതാണ് നൾ സെറ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോ ഇവിടെ ഇങ്ങനെ ഒരു എക്സിന്റെ ഇങ്ങനെ വാല്യൂ തന്നിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇതിന് സിമ്പിൾ ആയിട്ടുള്ള വേ എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഒരു ലൈൻ വരക്കാം. അല്ലെ, നമ്മൾ ടൈം ലൈൻ എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മൾ ഒരു ലൈന് വരക്കാൻ പഠിച്ചിട്ടുണ്ട് മാത്സിൽ. സോ ആ ലൈൻ ഒന്ന് വരച്ചു നോക്കുക. എക്സ് ലെസ് ദാൻ 1 ആവണം എക്സിന്റെ വാല്യൂ. അപ്പൊ നമുക്കിവിടെ ഈ ലൈന് വരക്കുമ്പോൾ സെന്ററിൽ നമുക്ക് 0 വരും. ദെൻ -1 -2 എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരും. ദെൻ 1 2 3 എക്സെട്ര എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകും. ഓക്കെ, ദെൻ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്, ഈ ഒരു ലൈനിൽ എക്സിന്റെ വാല്യൂ കാണണം. ദാറ്റ് ഇസ് എക്സ് ലെസ് ദാൻ 1 ആവണം. എക്സ് എന്ന് പറഞ്ഞൊരു നമ്പർ നമുക്ക് ഇതിന് അടയാളപ്പെടുത്താൻ കഴിയണം, ഈ ഒരു ലൈനിൽ അടയാളപ്പെടുത്താൻ കഴിയണം. എങ്ങനെയാവണം അത്, എക്സ് ലെസ് ദാൻ 1 ആവണം ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ 3 ആണ്. അപ്പൊ ഇവിടെ ആൻഡ് എന്നാണ്. ഈ ആൻഡ് എന്ന് വെച്ചാൽ എന്താണ്, ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു വാല്യൂ ആയിരിക്കണം എക്സിന്. അപ്പോ എക്സിന്റെ വാല്യൂ ഒന്നിനേക്കാളും ചെറുതാവണം. അപ്പൊ എക്സിന്റെ വാല്യൂ എങ്ങോട്ട് വരണം, ഇങ്ങോട്ട് വരണം. പക്ഷെ അതേപോലെ തന്നെ ചോദിച്ചിട്ടുള്ളത് തന്നെ എക്സിന്റെ വാല്യൂ അതേ ടൈമിൽ തന്നെ എന്താവണം, എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 3 ആവണം. ഓക്കെ, അപ്പോ എങ്ങോട്ട് വരണം, എക്സിന്റെ വാല്യൂ ഇങ്ങോട്ടും വരണം. ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യണം. എക്സിന്റെ വാല്യൂ ഈ സൈഡിലും ഈ രണ്ട് കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്തിട്ട് ഒരു വാല്യൂ നമുക്ക് പോസിബിൾ ആണോ. അപ്പോ നമുക്ക് മനസ്സിലാവും എന്താണ്, ഇങ്ങനെ നമുക്ക് രണ്ടും
സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു വാല്യൂ എക്സിന് കൊടുക്കാൻ കഴിയില്ല. ഒന്നുകിൽ നമുക്ക് എക്സ് ലെസ് ദാൻ 1 പറ്റുള്ളൂ, അല്ലെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ 3 പറ്റുള്ളൂ. ഇതിന്റെ രണ്ടിനും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു വാല്യൂ നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയുന്നില്ല. സോ ഇവിടെ എന്താണ്, ഇത് നൾ സെറ്റ് ആണ്. ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു വാല്യൂ നമുക്ക് പോസിബിൾ അല്ല. സോ ഇവിടെയുള്ള വാല്യൂ എന്ന് പറയുന്നത് എംപ്റ്റി ആണ്. സോ ഈ സെറ്റ് എന്താണ്, നൾ സെറ്റ് ആണ്. അപ്പോ എന്താ ചെയ്യുക, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇസ് എ നൾ സെറ്റ്. ഓക്കെ, അപ്പോ ഇവിടെ എ എന്നുള്ളത് നൾ സെറ്റ് ആണെന്ന് കിട്ടി. ഇനി ബാക്കി നോക്കാം. എക്സ് ബി ഈക്വൽ ടു എക്സ് എക്സ് സ്ക്വയർ മൈനസ് 9 ഈക്വൽ ടു 0 ആൻഡ്, അപ്പൊ ഇവിടെ ആൻഡ് തന്നെ. സോ ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. ദെൻ 3x ഈക്വൽ ടു 7. സോ നമ്മൾ ഈ ഇക്വേഷൻ ഒന്ന് എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാൻ നോക്കുക. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് 9 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് 9 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും, 9 കിട്ടും അല്ലെ. ദെൻ എക്സ് ഈക്വൽ ടു 3 ഓർ മൈനസ് 3 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ എക്സിന്റെ വാല്യൂ 3 അല്ലെങ്കിൽ മൈനസ് 3 ആണ്. ദെൻ അത് ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു വാല്യൂ മാത്രമേ ഇവിടെ എക്സിന് പോസിബിൾ ഉള്ളൂ. ആൻഡ് 3x ഈക്വൽ ടു 7. സോ ഇവിടെ നമ്മൾ ഇത് സോൾവ് ചെയ്താൽ നമുക്ക് എക്സ് ഈക്വൽ ടു 7/3 ആണ് കിട്ടുക. ബട്ട് ഈ ഒരു 7/3 എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും എന്തല്ല, 3ഉം മൈനസ് 3ഉം അല്ല. സോ ഇതിന്റെ രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു വാല്യൂ പോസിബിൾ അല്ല. അപ്പോ ബിയും എന്ത് തന്നെയാണ് ഇവിടെ, ബിയും ഒരു എംപ്റ്റി അല്ലെങ്കിൽ നൾ സെറ്റ് ആണ്. ഇത് നമുക്ക് നെക്സ്റ്റ് നോക്കാം. സി എക്സ് സ്ക്വയർ മൈനസ് 1 ഈക്വൽ ടു 0. ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ എക്സിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും, എക്സ് ഈക്വൽ ടു 1 ഓർ മൈനസ് 1 എന്ന് കിട്ടും. 1 ഓർ മൈനസ് 1. ദെൻ നെക്സ്റ്റ് പറഞ്ഞത് എക്സ് ബിലോങ്സ് ടു ആർ. ആർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ സെറ്റ് തിയറിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഇനി ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഈ ഒരു നൊട്ടേഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. ആർ എന്ന് പറഞ്ഞാൽ റിയൽ നമ്പേഴ്സിന്റെ സെറ്റിനെയാണ് നമ്മൾ ആർന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ 1 മൈനസ് 1 എന്താണ്, റിയൽ നമ്പറിൽ വരുന്നതാണ്. അപ്പോ ഇവിടെ എന്താണ്, ഇത് നൾ സെറ്റ് അല്ല. സി എന്ന് പറയുന്നത് നൾ സെറ്റ് അല്ല. ഇനി ഡി ആണെങ്കിലോ, എക്സ് ഇസ് ആൻ ഈവൺ പ്രൈം നമ്പർ. അത് പ്രൈം നമ്പർ ആവണം, അതുപോലെ തന്നെ അത് ഈവൺ നമ്പർ ആവണം. ഓക്കെ, അപ്പോ ഇത് വരുന്നത് ഏതാണ്, എക്സ് ഇസ് ആൻ ഈവൺ പ്രൈം നമ്പർ. ഒരു പ്രൈം നമ്പർ ആയിരിക്കും. നമുക്കറിയാം പ്രൈം നമ്പർ ഏതാണ്, 1, 2, 3, 5, 7 എന്ന് പറയാൻ പോകുന്ന അതാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതായത് 1ഉം ആ ഒരു നമ്പറും അല്ലാതെ ഫാക്ടേഴ്സ് ഉണ്ടാവില്ല. ആ നമ്പേഴ്സിനെയാണ് നമ്മൾ പ്രൈം നമ്പർ എന്ന് പറയുന്നത്. അതായത് അത് ഈവൺ ആവണം. സോ ഇവിടെ എന്തുണ്ട്, 2 എന്നുള്ളത് എന്താണ്, ഈവൺ നമ്പറും ആണ്, അതുപോലെ തന്നെ പ്രൈം നമ്പറും ആണ്. സോ നമുക്ക് എന്താണ്, ഇതിലും ഒരു വാല്യൂ കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് എന്തല്ല, എംറ്റി അല്ല. സോ സിയും ഡിയും ഇവിടെ എംറ്റി അല്ല. എംറ്റി ആയിട്ട് വരുന്നത് എന്താണ്, ഫോളോവിങ് ഈസ് എ നൾ സെറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ഏതാണ് നൾ സെറ്റ്? അപ്പൊ എയും ബിയും ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ ഇതിന്റെ ഓപ്ഷനിൽ നമുക്ക് വരുന്നത് എന്താണ്, ഇങ്ങനെ നമുക്ക് ചോദിച്ചിട്ടുണ്ടാവും എ ബി അല്ലെങ്കിൽ എ സി അങ്ങനെ ഉണ്ടാവും. അപ്പൊ ഞാൻ ആ ഒരു ഓപ്ഷൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഇവിടെ ആൻസർ വരുന്നത് എയും ബിയും ആണ്. എയും ബിയും ഇസ് എ നൾ സെറ്റ്, സിയും ഡിയും ഇസ് നോട്ട് എ നൾ സെറ്റ്. ഓക്കെ, അപ്പോ നൾ സെറ്റ് അല്ലാത്തതിന്റെ എക്സ്പ്ലനേഷൻ ഇവിടെ സ്ലൈഡിൽ തന്നിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഇഫ് എ ബി ആൻഡ് സി ആർ 3 സെറ്റ്സ് ആൻഡ് യു ഇസ് ദ പവർ സെറ്റ് such that n of a equal to 200, n of u equal to 700 and n of b is equal to 300 and n of a intersection b is equal to 100, then n of a കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഓക്കെ, അപ്പൊ ഈ ഒരു ലെവലിൽ അല്ലെങ്കിൽ കുറച്ചും കൂടി ഹൈ ലെവലിലാണ് ക്വസ്റ്റ്യൻ. ബേസിക് നമുക്ക് അറിയേണ്ടത്, പക്ഷെ ആ അറിയുന്ന കാര്യത്തിന് ഒന്ന് അനലൈസ് ചെയ്തിട്ട് ആൻസർ ചെയ്യണം. ഓക്കെ, ഇവിടെ നേരിട്ട് നമ്മളോട് എ ഇന്റർസെക്ഷൻ അല്ലെങ്കിൽ എ യൂണിയൻ ബി അല്ല ചോദിച്ചിട്ടുള്ളത്, എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ചതിൽ നിന്നും എങ്ങനെയാണ് ഇതിനെ ഡിറൈവ് ചെയ്യാന്നുള്ളത് നോക്കണം. ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം, വെൻ ഡയഗ്രാം വെക്കാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഏത് ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടാലും ആ ക്വസ്റ്റ്യന് വെൻ ഡയഗ്രത്തിലേക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് ആൻസർ കണ്ടെത്താൻ ശ്രമിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ ചെയ്യാം, എൻ ഓഫ് എ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എ എന്ന് പറഞ്ഞ ഒരു സെറ്റ് ഉണ്ട്, അതിന്റെ എണ്ണം തന്നിട്ടുണ്ട്. ദെൻ എൻ ഓഫ് ബി തന്നിട്ടുണ്ട്, അനദർ സെറ്റ് ബി ഉണ്ട്. ഓക്കെ, എ തന്നു, അതുപോലെ തന്നെ ബി തന്നിട്ടുണ്ട്. ദെൻ എ ഇന്റർസെക്ഷൻ ബിന്റെ എണ്ണവും തന്നിട്ടുണ്ട്. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത്. ദെൻ പിന്നെ എന്താ നമുക്ക് തന്നിട്ടുള്ളത്, ഇതെല്ലാം കൂടെ വരുന്ന ഒരു യൂണിവേഴ്സൽ സെറ്റ് ഉണ്ട്, അതാണ് യു എന്ന് പറയുന്നത്. ഓക്കെ, ടോട്ടൽ അവിടെയുള്ള യൂണിവേഴ്സൽ സെറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ ടോട്ടൽ എണ്ണം എന്ന് പറയുന്നത് 700 ആണ്. ദെൻ നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്, എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എയിൽ ഇല്ലാത്തത്. ഓക്കെ, എയിൽ വരാത്തത്. അപ്പൊ എന്താണ്, ബിന്റെ കുറച്ച് പാർട്ടും പിന്നെ ഈ ഒരു റെക്റ്റാങ്കിളിൽ വരുന്ന ബാക്കി എല്ലാ ഭാഗവും വരും.
ദെൻ അതിന്റെ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. അപ്പൊ ബിയിൽ ഇല്ലാത്തത് പറഞ്ഞാൽ എന്താ, എയിൽ വരുന്ന ഈ ഒരു പാർട്ടും, ഓക്കെ. അപ്പോ ബി കോംപ്ലിമെന്റ് എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, എയിൽ വരുന്ന ഈ പാർട്ടും പ്ലസ് എന്താണ് ഈ ഒരു റെക്ടാങ്കിളിന്റെ അകത്ത് വരുന്ന ബാക്കി എല്ലാ ഭാഗങ്ങളും. ബി എന്ന് പറയുന്ന ആ ഒരു സർക്കിൾ മാത്രം ഒഴിവാക്കിയിട്ട് ബാക്കിയല്ലോ. ഇനി എ കോംപ്ലിമെന്റ് ആണെങ്കിൽ എന്താ, എ എന്ന് പറയുന്നത് ഒഴിവാക്കിയിട്ട് ബി ഇൻക്ലൂഡ് ചെയ്തിരുന്ന ഭാഗങ്ങളല്ലോ ഈ റെക്ടാങ്കിളിൽ വരുന്നത്. സോ അതിന് നമുക്ക് എങ്ങനെ കിട്ടാന്നാണ്. ഓക്കെ, അപ്പോ നിങ്ങൾ അത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അല്ലോ ഇവിടെ എയും ബിയും തന്നിട്ടുണ്ട്, എ ഇന്റർസെക്ഷൻ ബി തന്നിട്ടുണ്ട്. സോ നമുക്ക് വേണ്ടത് എന്താണ്, ഈ എയും ബിയും വരുന്നത് ഒഴിവാക്കിയത്, ഇതിന്റെ രണ്ടിനെയും ഇന്റർസെക്ഷൻ ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത്. സോ നമ്മൾ എ കോംപ്ലിമെന്റ് എടുക്കുന്ന സമയത്ത് അതിൽ എന്ത് വരും, ബിയിലെ പാർട്ട് വരും. ബി കോംപ്ലിമെന്റ് എടുക്കുന്ന സമയത്ത് അതിൽ എന്റെ പാർട്ട് വരും. പക്ഷെ രണ്ടിലും കോമൺ ആയിട്ട് വരിക എന്ത് മാത്രമേ ഉള്ളൂ, ഈ റെക്ടാങ്കിളിന്റെ ഭാഗം മാത്രമേ വരുള്ളൂ. സോ നമുക്ക് മനസ്സിലാവും, ഈ റെക്ടാങ്കിളിന് എ എന്നുള്ള സർക്കിളും ബി എന്നുള്ള സർക്കിളും ഒഴിവാക്കിയാൽ നമുക്ക് എന്ത് കിട്ടും, നമ്മളോട് ചോദിച്ച കാര്യം കിട്ടും. ഓക്കെ, അതല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ എങ്ങനെ പറയാം, മൊത്തമുള്ള സെറ്റിന്ന് എന്റെയും ബിന്റെയും യൂണിയൻ, അത് മൊത്തമുള്ള യൂണിവേഴ്സൽ സെറ്റിന്ന് എന്റെയും ബിന്റെയും യൂണിയൻ എടുത്തിട്ട് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഈ ഒരു റൈറ്റ്, ഈ ഒരു എന്താണ് വൈറ്റ് കളറിലുള്ളതാണ് നമുക്ക് വേണ്ടത്. ഗ്രീൻ കളർ നമുക്ക് ഒഴിവാക്കാനുള്ളതാണ്. കാരണം എന്താണ്, ഇതിന്റെ ഇന്റർസെക്ഷൻ മതി. ഓക്കെ, അപ്പൊ നമ്മൾ എ കോംപ്ലിമെന്റ് എടുക്കുമ്പോൾ അതിൽ ബി പാർട്ട് വരുന്നുണ്ട്. പക്ഷെ ബി കോംപ്ലിമെന്റ് എടുക്കുമ്പോൾ ബി വരാൻ പാടില്ല, എന്റെ പാർട്ടാണ് വരുന്നത്. അപ്പോ എന്റെയും ബിന്റെയും പാർട്ട് രണ്ടിലും കോമൺ ആയിട്ട് വരുന്നില്ല. കോമൺ ആയിട്ട് വരുന്നത് ഈ റെക്ടാങ്കിളിന്റെ അകത്തുള്ള ഭാഗം മാത്രമേ ഉള്ളൂ. സോ നമുക്ക് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു വൈറ്റ് പാർട്ട് മാത്രം മതി റെക്ടാങ്കിളിന്റെ. സോ അത് നമുക്ക് ഈ പിക്ചർ കണ്ടാൽ മനസ്സിലാവും. ഈ ടോട്ടൽ റെക്ടാങ്കിളിനെയാണ് നമ്മൾ യു എന്ന് പറയുന്നത്. സോ ഈ യൂന്ന് എന്ത് ചെയ്താൽ മതി, ഇതിന്റെ രണ്ടിന്റെയും യൂണിയൻ മൈനസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോ നമുക്ക് കിട്ടി എന്താണ്, എൻ ഓഫ് യൂണിയൻ, എൻ ഓഫ് യൂണിവേഴ്സലിന് എന്ത് ചെയ്യണം, എൻ ഓഫ് എ യൂണിയൻ ബി മൈനസ് ചെയ്താൽ മതി. ബട്ട് എ യൂണിയൻ ബി നമുക്ക് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല. നമുക്ക് എന്ത് തന്നിട്ടുള്ളൂ, എൻ ഓഫ് എയും എൻ ഓഫ് ബിയും എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബിയും തന്നിട്ടുള്ളൂ. അപ്പോൾ ഈ മൂന്ന് വാല്യൂ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എ യൂണിയൻ ബി കാണാൻ പറ്റും. ദെൻ എ യൂണിയൻ ബി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു യൂണിവേഴ്സൽ സെറ്റിന്റെ നമ്പേഴ്സ് നിന്ന് എ യൂണിയൻ ബിനെ മൈനസ് ചെയ്യാം. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ എ യൂണിയൻ ബി കാണാം. അപ്പൊ നമുക്ക് എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് കിട്ടും യൂണിയൻ കാണുമ്പോൾ. സോ അതിന്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 400 കിട്ടും. ദെൻ ഇനി നമുക്ക് ചോദിച്ച ചോദ്യം കിട്ടണമെങ്കിൽ എന്ത് വേണം, യൂണിവേഴ്സൽ സെറ്റിന്റെ നമ്പേഴ്സ് എന്ത് ചെയ്യണം, ഈ ഒരു യൂണിയൻ നമ്മൾ കണ്ടു വെച്ചിട്ടുള്ള എ യൂണിയൻ ബി മൈനസ് ചെയ്യണം. സോ 700 നമ്മൾ 400 മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 300 കിട്ടും. ഓക്കെ, അപ്പോ നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ എന്താണ് ആദ്യം മനസ്സിലാക്കുക, അതിനെ പറ്റുമെങ്കിൽ വെൻ ഡയഗ്രത്തിലേക്ക് മാറ്റുക, എന്നിട്ട് സോൾവ് ചെയ്യാം. അതല്ലാതെ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ദെൻ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പല പല രീതിയിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ ചിലപ്പോൾ വാല്യൂ 100 ആവാം. ഈ 2-3 ക്വസ്റ്റ്യനിലൊക്കെ സെയിം രീതിയിലുള്ള ക്വസ്റ്റ്യന് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. സോ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഇട്ടതാണ്. കൺസിഡർ സെറ്റ് എ is equal to 1, 2, 3 up to 1000. How many members of A shall be divisible by 3 or by 5 or both 3 and 5? ഓക്കെ, അപ്പോ 1 to 1000 വരെയുള്ള നമ്പേഴ്സ് ആണ്, നാച്ചുറൽ നമ്പേഴ്സ് ആണ് എ എന്നുള്ള സെറ്റിലുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്റെ അകത്ത്, ഈ ഒരു സെറ്റിന്റെ അകത്ത് എത്ര നമ്പേഴ്സ് നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതുണ്ടാവും, അതല്ലെങ്കിൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും, അല്ലെങ്കിൽ ബോത്ത് 3 and 5. അപ്പോ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്, ഇവിടെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് എത്ര എന്നാണ് ആദ്യം കാണുക. സോ എന്താണ്, നമുക്ക് 1000 വരെയുള്ള നമ്പേഴ്സിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എത്ര ഉണ്ടെന്ന് കാണാൻ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, 1000 ഡിവൈഡഡ് ബൈ 3 എന്ന് ചെയ്താൽ മതി. ഓക്കെ, ദെൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എത്ര എന്ന് കാണാൻ 1000 ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ മതി. ദെൻ ബോത്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പോ 3 കൊണ്ടും 5 കൊണ്ടും ഈ നമ്പർ തന്നെയാണ് കേട്ടോ പിന്നെയും ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്യുന്നത്, 3ഉം 5ഉം 3ഉം 5ഉം. ഓക്കെ, അപ്പോ 3 കൊണ്ട് 5 കൊണ്ട് റിപ്പീറ്റ് ചെയ്യാ, 2 കൊണ്ട് ഒരുമിച്ച് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, അത് 15 മൾട്ടിപ്പിൾസ് ആണ് അല്ലെ. ഇനി നമ്മളൊന്ന് എഴുതി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. 3 കൊണ്ടും 5 കൊണ്ടും അറ്റ് എ ടൈമിൽ ഒരേ സമയം നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുക 15, ദെൻ 30, 45 ഇങ്ങനെ പോകും. ഓക്കെ, അപ്പോ ഇതെന്താണ് 15 മൾട്ടിപ്പിൾസ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം, 15 മൾട്ടിപ്പിൾസ്
ഇത്രയും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എത്ര നമ്പേഴ്സ് ആണ് ഈ ഒരു സെറ്റിൽ ഉള്ളത് എന്നാണ് നമുക്ക് കാണേണ്ടത്. സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം, നമുക്ക് 3 കൊണ്ട് കിട്ടുമ്പോൾ 333 കിട്ടും. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 200 കിട്ടും. ദെൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് കിട്ടുന്നത് 66 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് ഇപ്പൊ ഇത് സെറ്റ് എടുക്കുന്ന സമയത്ത് ശരിക്കും ഇവിടെ ചോദിച്ചിട്ടുള്ളത് എ യൂണിയൻ ബി ആണ്. ഇപ്പൊ നമുക്ക് ഈ എ യൂണിയൻ ബി എന്ന് മനസ്സിലായില്ലെങ്കിലും നമ്മൾ എന്താണ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാനുള്ളത് നോക്കുമ്പോൾ നമ്മൾ 15ന്റെ മൾട്ടിപ്പിൾ അവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ദെൻ നമ്മൾ എന്താണ് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് പറയുമ്പോൾ നമ്മൾ 15ന്റെ മൾട്ടിപ്പിൾ അവിടെ ആഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ 2 പ്രാവശ്യം ഇവിടെ 15ന്റെ മൾട്ടിപ്പിൾ ആഡ് ചെയ്തു. സോ നമ്മൾ എന്ത് ചെയ്യണം, ഇത് മാത്രമുള്ളത് കിട്ടണമെങ്കിൽ നമ്മൾ ഇവിടെ ഒരു പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യണം, 15ന്റെ മൾട്ടിപ്പിൾസിനെ മൈനസ് ചെയ്ത് കൊടുക്കണം. സോ അതാണ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്യണം, നമ്പർ ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് ബി മൈനസ് എ ഇന്റർസെക്ഷൻ ബി എന്ന് കൊടുക്കുന്നത്. അതിനാണ് നമ്മൾ 2 പ്രാവശ്യം ഈ ഇന്റർസെക്ഷന്റെ അകത്ത് വരുന്ന കാര്യം നമ്മൾ 2 പ്രാവശ്യം യൂണിയൻ കാണുന്ന സമയത്ത് ആഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പ്രാവശ്യം മതി അത്. സോ നമ്മൾ ഒരു പ്രാവശ്യം അതിനെ മൈനസ് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമുക്ക് എന്താണ് ആൻസർ കിട്ടുക, 533 മൈനസ് 66 എന്ന് കിട്ടും. ഓക്കെ, ദെൻ ഇനി ഈ ക്വസ്റ്റ്യൻ ഇൻ കേസ് ഈ ക്വസ്റ്റ്യൻ എന്താണ്, ബട്ട് നോട്ട് ബോത്ത് 3 and 5 ആണെങ്കിലോ, അതായത് നമുക്ക് 3 കൊണ്ടും 5 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന പക്ഷെ 2 കൊണ്ടും ഒരുമിച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് ആവരുത്. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്യാം. അപ്പോ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ എടുക്കുമ്പോൾ അതിൽ എന്ത് വരുന്നുണ്ട്, 15ന്റെ വരുന്നുണ്ട്. 5 കൊണ്ട് എടുക്കുമ്പോഴും അതിന്റെ അകത്തും 15ന്റെ വരുന്നുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യണം, 15ന്റെ ഒരു പ്രാവശ്യം മൈനസ് ചെയ്താൽ പോലെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം, 2 ടൈംസ് നമുക്ക് എന്ത് ചെയ്യണം, 66 ഇവിടുന്ന് മൈനസ് ചെയ്ത് കൊടുക്കണം. അതായത് നമ്മുടെ ഈ ആൻസർ നമ്മൾ എന്ത് ചെയ്യണം, ഒരു 66 കൂടെ മൈനസ് ചെയ്യണം. സോ നമുക്ക് എന്ത് കിട്ടും, 401. ഓക്കെ, അപ്പോ ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സെയിം ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇതിന്റെ നമ്പർ 100 ആക്കും. ഓക്കെ, ദെൻ ഇതിന് ആൻഡ് ഉള്ളത് ഓറോ അങ്ങനെ എങ്ങനെയെങ്കിലും മാറ്റിയിട്ട് ഒരു 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോ നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് ജസ്റ്റ് അതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഏതൊക്കെ പോസിബിൾ ആണോ എന്നുള്ളത് ഒന്ന് ജസ്റ്റ് നിങ്ങൾ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോ ഇവിടെ നോട്ട് ബോത്ത് 3 and 5 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഒരു പ്രാവശ്യം കൂടി ഈ ഒരു ആൻസറിന് 66 മൈനസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതാണ് ഞാൻ പറഞ്ഞ 2023 ചോദിച്ച ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്, ജസ്റ്റ് സെറ്റ് തിയറിയിലുള്ള ഓരോ ഓപ്പറേഷൻസ് ആണ്. ഓക്കെ, അപ്പൊ ഈ എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ഇപ്പൊ അത് സിമെട്രിക് ഡിഫറൻസ്, അതുപോലെ തന്നെ എ മൈനസ് ബി യൂണിയൻ സി, എ മൈനസ് ബി ഇന്റർസെക്ഷൻ സി, ദെൻ എ ഇന്റർസെക്ഷൻ ബി മൈനസ് സി, ഇതൊക്കെ ജസ്റ്റ് നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ തന്നെ ആൻസർ ആയി. ഓക്കെ, ദെൻ നമ്മൾ ഇതൊക്കെ ജസ്റ്റ് നമ്മൾ വെൻ ഡയഗ്രം ആക്കി മാറ്റിയാൽ തന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യന്റെ ഒക്കെ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ സെറ്റ് തിയറി ഏറ്റവും സിമ്പിൾ ആണ്, പക്ഷെ സിമ്പിൾ ആണെന്ന് വിചാരിച്ച് നമ്മൾ അത് നോക്കാതെ പോകരുത്. നിങ്ങൾ അവിടെ കൺസെപ്റ്റ് നിങ്ങൾ റിവൈസ് ചെയ്യുക അല്ലെങ്കിൽ പഠിക്കണം എന്നില്ല. ജസ്റ്റ് ആ ഒരു ഏരിയയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, റിപ്പീറ്റഡ്ലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ഏതൊക്കെ ബുക്കാണോ റെഫർ ചെയ്യുന്നത് അതിലൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു ക്വസ്റ്റ്യൻ 2023 നെറ്റിലെ ലാസ്റ്റ് നെറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തോണ്ട് നമ്മളിത് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഇനി റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ദെൻ സെറ്റ് തിയറി കഴിഞ്ഞിട്ട് നമുക്ക് ഇനി വരുന്നത് റിലേഷൻസ് ആണ്. അപ്പൊ ഡിസ്ക്രീറ്റ് മാത്സിൽ സെറ്റ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് റിലേഷൻ ആണ്. സോ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ റിലേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. വിച്ച് ഓഫ് ദ റിലേഷൻസ് ഓഫ് 0, 1, 2, 3. അപ്പോൾ ഇതാണ് സെറ്റ് തന്നിട്ടുള്ളത്. ഇസ് ആൻ ഇക്വാലൻസ് റിലേഷൻ. ഓക്കെ, അപ്പൊ ഈ ഒരു സെറ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ റിലേഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് ഇക്വാലൻസ് റിലേഷൻ ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് റിലേഷൻ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് 2 സെറ്റ് ഉണ്ടെങ്കിൽ ഈ 2 സെറ്റിനെ നമ്മൾ റിലേറ്റ് ചെയ്യാം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജസ്റ്റ് റിലേഷൻ എന്ന് പറയും. അപ്പോ ഇതിൽ എ ബി സി ആണെങ്കിൽ ഈ എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ 1 ആണ്, അതുപോലെ തന്നെ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 2 ആണ്, ദെൻ സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 3 ആണ്. ഇങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെക്കുക. സോ അത് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, എ ഈസ് റിലേറ്റഡ് ടു 1. ഓക്കെ, അങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യും. അതല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, A1 എന്ന് പറയുന്ന പെയർ എവിടെ ഉണ്ടാവും, ഈ റിലേഷന്റെ അകത്ത് ഉണ്ടാവും. ഇങ്ങനെ നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, ഈ ഒരു റിലേഷൻ എന്നുള്ള സെറ്റിന്റെ അകത്ത് ഉണ്ടാവും. അതിന്റെ മീനിങ് എന്താണ്, 2 സെറ്റ് ഉണ്ട്, ആ 2 സെറ്റിലെ എലമെന്റ്സ് ഈ രീതിയിലാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഒരു സെറ്റ് മാത്രമേ തന്നിട്ടുള്ളൂ. അതിന്റെ അർത്ഥം എന്താണ്, ഈ ഒരു സെറ്റിനോട് തന്നെയാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോ നമ്മൾ ഇങ്ങനെ പെയർ, ഇപ്പൊ A1 എന്ന് പറഞ്ഞ പോലെ നമ്മൾ പെയർ ചെയ്യുന്നത് എന്താണ്, ഈ ഒരു സെറ്റിന്റെ അകത്തുള്ള നമ്പേഴ്സിനെ നമ്മൾ പെയർ ചെയ്യാണ്.
അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതാണ് ഇക്വാലൻസ് റിലേഷൻ എന്നാ ചോദിച്ചിട്ടുള്ളത്. സോ ഇക്വാലൻസ് റിലേഷൻ ആവണമെങ്കിൽ നമ്മൾ ഓരോ റിലേഷനും ചില പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ പ്രോപ്പർട്ടീസിൽ ചില പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് ആ റിലേഷൻ നമ്മൾ ഇക്വാലൻസ് റിലേഷൻ എന്ന് പറയുന്നത്. സോ ഒരു ഇക്വാലൻസ് റിലേഷന് എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആണ് ആവശ്യമുള്ളത്? അത് റിഫ്ലെക്സീവ് ആവണം, അതുപോലെ തന്നെ സിമെട്രിക് ആകണം, സിമെട്രിക് ആവണം, പിന്നെ ട്രാൻസിറ്റീവ് ആണ്. മൂന്ന് പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ റിലേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു ഇക്വാലൻസ് റിലേഷൻ എന്ന് പറയുന്നത്. സോ ഇനി റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, അപ്പോൾ റിഫ്ലെക്സീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യാൻ, റിഫ്ലെക്സീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഒരു എലമെന്റ്, ഒരു സെറ്റിനകത്തുള്ള ഒരു എലമെന്റ് ആ ഒരു എലമെന്റിനോട് തന്നെ റിലേറ്റ് ചെയ്തിരിക്കണം. അതായത് ഇപ്പോൾ നമ്മുടെ സെറ്റ് എന്ന് പറയുന്നത് എ ആണ്. ആ എയിലുള്ള ഒരു എലമെന്റ് ആണ് 1 എങ്കിൽ എന്ത് ചെയ്യണം? 1 എന്നുള്ള പെയർ എവിടെ വേണം? ഈ ഒരു റിലേഷന്റെ അകത്ത് വേണം. നമ്മൾ എന്ത് ചെയ്യാണ്? ഈ എ എന്നുള്ള സെറ്റിൽ നമ്മൾ ഒരു റിലേഷന് ഡിഫൈൻ ചെയ്തതാണ് ആർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? ഒരു സെറ്റ് മാത്രമേ ഉള്ളൂ. സോ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ഒരു സെറ്റിനെ ആ സെറ്റ് ആയിട്ട് തന്നെയാണ് റിലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സെറ്റിന്റെ അകത്ത് എന്താ ഉണ്ടാവുക? ഈ ഒരു സെറ്റിന്റെ ഈ എ എന്നുള്ള റിലേഷനകത്ത് എന്താ ഉണ്ടാവുക? എ എന്നുള്ള സെറ്റിലുള്ള എലമെന്റ്സിനെ പല രീതിയിൽ ഇങ്ങനെ പെയർ ചെയ്തിട്ടുള്ള എലമെന്റ്സ് ആയിരിക്കും ആറിന്റെ അകത്ത് ഉണ്ടാവുക. ഓക്കെ, അപ്പോ ആ ഉണ്ടാവുന്ന ഇപ്പൊ 1 എന്നുള്ളത് എ എന്നുള്ള സെറ്റിൽ ഉണ്ടെങ്കിൽ റിലേഷനിൽ എന്ത് വേണം? 1 വേണം. അപ്പോൾ ഓരോ എലമെന്റും ആ എലമെന്റിനോട് തന്നെ റിലേറ്റ് ചെയ്തിരിക്കണം. അതിനെയാണ് നമ്മൾ റിഫ്ലെക്സീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ അടുത്ത് നമുക്ക് മാറിപ്പോകുന്ന ഒരു പോയിന്റ് ആണ് ഫോർ ഓൾ എ ബിലോങ് ടു എ എന്നാണ്. ഓക്കെ, ഇതിന്റെ മീനിങ് എന്താണ്? എയിൽ ഏതൊക്കെ എലമെന്റ് ഉണ്ടോ, എയിൽ ഏതൊക്കെ എലമെന്റ് ഉണ്ടോ അതെല്ലാം എന്തായിരിക്കണം? ആ ഒരു എലമെന്റിനോട് തന്നെ റിലേറ്റ് ചെയ്യണം. ഇപ്പൊ 2 ഉണ്ടെങ്കിൽ റിലേഷനകത്ത് എന്ത് വേണം? മസ്റ്റ് ആയിട്ടും 2 എന്ന് വേണം. ഓക്കെ, ദെൻ ഇവിടെ 3 എന്നുണ്ടെങ്കിൽ റിലേഷന്റെ അകത്ത് എന്ത് വേണം? മസ്റ്റ് ആയിട്ടും 3 എന്ന് വേണം. അങ്ങനെ എത്രത്തോളം എലമെന്റ് എയിലുണ്ടോ അതൊക്കെ അതിനായിട്ട് തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള പേഴ്സ് എവിടെ വേണം? ആറിന്റെ അകത്ത് വേണം. അങ്ങനെയാണെങ്കിൽ മാത്രം നമ്മൾ അതിനെ റിഫ്ലെക്സീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് പറയും. ഓക്കെ, ഇപ്പൊ എന്താണ്? 1 ഉണ്ട്, 2 ഉണ്ട്, പക്ഷെ എയിൽ ഒരു 3 ഉണ്ട്, ഈ ഒരു ആറിൽ എന്തില്ല? 3 എന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇത് റിഫ്ലെക്സീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഏതൊക്കെ എലമെന്റ് എ എന്ന് പറഞ്ഞ സെറ്റിലുണ്ടോ അതെല്ലാം എന്താവണം? അതിലെ റിലേഷന്റെ അകത്ത് പരസ്പരം റിലേറ്റഡ് ആവണം. ഓക്കെ, ദെൻ സിമെട്രിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നോക്കണം. ഇവിടെ നോക്കിയ ബി എ ബിലോങ്സ് ടു ആർ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ബിലോങ്സ് ടു എ ആണ്, ഇവിടെ ബിലോങ്സ് ടു ആർ ആണ്. ഇത് എപ്പോഴും മാറിപ്പോകുന്നതാണ്, അതുകൊണ്ടാണ് അത് ഫോക്കസ് ചെയ്ത് പറയുന്നത്. അതായത് ഇനി പറയുന്നത് എന്താണ്? സിമെട്രിക് ആവണമെങ്കിൽ നമുക്ക് എന്ത് വേണം? എ ബി ഉണ്ടെങ്കിൽ ബി എ വേണമെന്നാണ്. സിമെട്രി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നമുക്ക് എന്താണ്? ഇങ്ങനെ സെന്റർ ആയിട്ട് മുറിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപോലെ തോന്നും. അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? സിമെട്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ എ ബി ഉണ്ടെങ്കിൽ ബി എ വേണം. പക്ഷെ എ ബി എവിടെ ഉണ്ടെങ്കിൽ എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന റിലേഷന്റെ അകത്ത് എ ബി ഉണ്ടെങ്കിൽ, നമുക്ക് എയിലല്ല റിലേഷനിൽ എ ബി ഉണ്ടെങ്കിൽ റിലേഷനിൽ തന്നെ എന്ത് വേണം? ബി എ വേണം. പക്ഷെ നമ്മൾ റിഫ്ലെക്സീവ് പറഞ്ഞ സമയത്ത് എന്താണ്? എ എന്നുള്ളത് 1 എന്നുള്ളത് എന്റെ അകത്തുണ്ടെങ്കിൽ റിലേഷന്റെ അകത്ത് 1 വേണമെന്നായിരുന്നു ഞാൻ പറയുമ്പോ പറയാം, ഒന്നുകൂടി മനസ്സിലാവും. ഓക്കെ, അപ്പൊ സിമെട്രി എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ബി എ ഉണ്ടെങ്കിൽ എ ബി ഉണ്ടാവണം, അത് തിരിച്ചിട്ടതും ഉണ്ടാവണം. ഓക്കെ, അത് റിലേഷന്റെ അകത്ത് എ ബി ഉണ്ടെങ്കിൽ അതിന് തിരിച്ചിട്ട് ബി എയും റിലേഷന്റെ അകത്ത് വേണം. ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ 3 എലമെന്റ്സിനെ വെച്ചിട്ടാണ് പറയുന്നത്. എന്താണ്? എ ബിയും ബി സിയും ഉണ്ടെങ്കിൽ എ സി ഉണ്ടാവണം. അങ്ങനെ തന്നെ വേണം, ആ ഓർഡർ മാറാൻ പാടില്ല. എ ബിയും ദെൻ ബി സിയും റിലേഷന്റെ അകത്ത്, ഇനിയൊക്കെ പറയുന്നത് റിലേഷന്റെ അകത്താണ്. അതുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ 2 കോമൺ ആയിട്ട് ബി വന്നു അല്ലെ. സോ ഈ ബീനെ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, 2ലുള്ള ബീനെ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആരാ ഉള്ളത്? എ സി ആണ്. സോ എ സി എവിടെ വേണം? എ സി റിലേഷന്റെ അകത്ത് വേണം. അപ്പോ ഇവിടെ എന്താണ്? എ ബിയും റിലേഷന്റെ അകത്ത് വേണം, ബി സി റിലേഷന്റെ അകത്ത് വേണം. റിലേഷന്റെ അകത്ത് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ അതിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി, ഇല്ലെങ്കിൽ നമുക്കത് ആലോചിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോ അതാണ് സിമെട്രിക്കോ ട്രാൻസിറ്റീവോ ഒക്കെ ആണെങ്കിൽ റിലേഷനെയാണ് നമ്മൾ നോക്കേണ്ടത്, സെറ്റിനെ നോക്കേണ്ട ആവശ്യമില്ല. സോ ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യനിൽ എന്താണ്? 0, 1, 2, 3 എന്നുള്ള എലമെന്റ്സ് ആണ് തന്നിട്ടുള്ളത്. സോ ഇത് റിഫ്ലെക്സീവ് ആവണമെങ്കിൽ എന്ത് വേണം? 0, 0 എന്ന് വേണം അല്ലെ. എയിൽ ഏതൊക്കെയുണ്ടോ അതൊക്കെ എന്ത് ചെയ്യണം?
അതിന് ആയിട്ട് റിലേറ്റഡ് ആണ്. സോ 0 0 വേണം, 1 1 വേണം, ദെൻ 2 2 വേണം, 3 3 വേണം. സോ നമുക്ക് ഇത് മാത്രം നോക്കി ഇവിടെ ആൻസർ കിട്ടും. നോക്കാം, ഫസ്റ്റത്തെ ഓപ്ഷനിൽ 0 0 ഉണ്ട്, ദെൻ 2 2 ഉണ്ട്, 3 3 ഉണ്ട്. പക്ഷെ ഇവിടെ എന്തില്ല, 1 1 ഇല്ല. സോ ഇതെന്തല്ല, ഈ ഒരു റിലേഷൻ എന്ന് പറയുന്നത് റിഫ്ലെക്സീവ് അല്ല. റിഫ്ലെക്സീവ് അല്ലെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇതെന്തല്ല, ട്രാൻസിറ്റീവ് അല്ല, ഉറപ്പാണ്. 3 പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്യണം, ഏതെങ്കിലും പോരാ. സോ റിഫ്ലെക്സീവ് അല്ല എന്ന് കണ്ടാൽ നമുക്ക് ബാക്കിയൊന്നും ചെക്ക് ചെയ്യണ്ട. ഇത് എന്തല്ല, ഇക്വാലൻസ് അല്ല. ഇത് നമുക്ക് ബിയിൽ നോക്കുമ്പോൾ എല്ലാ പേരും ഉണ്ട്. സോ അത് അവിടെ നിൽക്കട്ടെ. നമുക്ക് സിയിലേക്ക് വരാം. സിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 0 0 ദെൻ 1 1 അത്രേ ഉള്ളൂ. അപ്പൊ ഇതിൽ 2 2 ഇല്ല, അതുപോലെ തന്നെ 3 3 ഇല്ല. സോ ഇത് എന്തല്ല, റിഫ്ലെക്സീവ് അല്ല, സോ ഇക്വാലൻസ് അല്ല. ദെൻ ഇവിടെ 0 0 ഉണ്ട്, 1 1 ഉണ്ട്, 2 2 ഉണ്ട്. സോ ഇതും എന്തല്ല, റിഫ്ലെക്സീവ് അല്ല, കാരണം ഇവിടെ 3 3 ഇല്ല. ഓക്കെ, അപ്പോ ഇതിൽ നമുക്ക് ആൻസർ കിട്ടിയത് ബി ആണ് പിന്നെ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. സോ ബി ആണെങ്കിൽ നമുക്ക് എന്ത് ഉറപ്പിക്കാം, ഇത് സിമെട്രിക്കും ആണ്, അതുപോലെ തന്നെ ട്രാൻസിറ്റീവ് ആണെന്ന് ഉറപ്പിക്കാം. ബട്ട് സിമെട്രിക് ആവണമെങ്കിൽ എന്താണ്, അപ്പൊ ഇതിൽ റിഫ്ലെക്സീവ് പ്രോപ്പർട്ടി എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഈ ഒരു എലമെന്റ്സിന് നമ്മൾ പറയുന്ന പേരാണ് ഡയഗണൽ എലമെന്റ്സ്. ഓക്കെ, അപ്പോ നിങ്ങൾ സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയൊക്കെ പഠിച്ചിട്ടുണ്ടാവും. നമുക്ക് എന്താണ്, ഒരു മെട്രിക്സ് ആയിട്ട് റിലേഷനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ 0 1 2 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ 0 1 2 3. ഓക്കെ, ഇനിയിപ്പോ 0 0 ആയിട്ട് റിലേറ്റഡ് ആണെന്ന് കാണിക്കാൻ നമ്മൾ ഇവിടെ 1 എന്ന് കൊടുക്കും. ദെൻ 0യും 1ഉം റിലേറ്റഡ് ആണ് കാണിക്കുക, ഇവിടെ കൊടുക്കും. 0യും 2ഉം തമ്മിൽ റിലേഷൻ ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ 0 കാണിക്കും. ഇങ്ങനെ നമ്മൾ മെട്രിക്സ് ആക്കി റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ 0 0 റിലേറ്റഡ് ആണെങ്കിൽ ഇവിടെ ഒരു 1 വരും, 1 1 ആണെങ്കിൽ ഇവിടെ ഒരു 1 വരും. അങ്ങനെ ഈ ഡയഗണൽസിലായിരിക്കും 1 വരിക. സോ ഇതിനെ നമ്മൾ പറയുന്നത് ഡയഗണൽ എലമെന്റ്സ് എന്നാണ്. ഒരു നമ്പർ, ഒരു എലമെന്റ്, ആ ഒരു എലമെന്റിനെ തന്നെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ എലമെന്റ്സിന് പറയുന്ന ഡയഗണൽ എലമെന്റ്സ് എന്നാണ്. ഓക്കെ, റിലേഷനിൽ പറയുന്നത്, റിലേഷൻ നമ്മൾ ഈ രീതിയിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഡയഗണലിൽ നമുക്ക് 1 ആയിട്ട് കിട്ടും. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇതിനെ ഡയഗണൽ എലമെന്റ്സ് എന്ന് പറയും. സോ ഇവിടെ എന്താണ്, ഈ ഡയഗണൽ എലമെന്റ്സ് മാത്രമേ ഈ ഒരു സെറ്റിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ, ഈ ഒരു റിലേഷനിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതെന്താണ്, ഇത് സിമെട്രിക്കും ആവണം, അതുപോലെ തന്നെ ട്രാൻസിറ്റീവും ആവണം. അപ്പൊ നമ്മൾ സിമെട്രിക് എന്നുള്ളത് എന്താ പറഞ്ഞത്, എ ബി ഉണ്ടെങ്കിൽ എന്ത് വേണം, ബി സി വേണം എന്നാണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്, ഇവിടെ എ ബി എന്ന് പറഞ്ഞ ഡിഫറെന്റ് ആയിട്ടുള്ള വാല്യൂസ് വരുന്ന ഒരു പെയർ ഇല്ല. സോ നമുക്ക് എന്താണ്, ബി സി എന്ന് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഇവിടെ ഉള്ളത് 0 0 എന്നാണ്. ഈ 0 0 ആണ് നമ്മൾ തിരിച്ചിട്ടാലും നമുക്ക് കിട്ടുക 0 0 ആണ്. സോ തിരിച്ചിട്ടിട്ടും വരുന്നത് ഇതിലുണ്ട്. അതുപോലെ തന്നെ 1 1 എടുത്താലും അതിനെ തിരിച്ചിട്ടാലും നമുക്ക് 1 1 ഉണ്ട്. സോ അതും ഇതിലുണ്ട്. അപ്പൊ എ ബി ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ബി എ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, ദെൻ ഇനി നമുക്ക് ട്രാൻസിറ്റീവ് ആവണമെങ്കിലോ എ ബിയും ബി സിയും ഉണ്ടാവണം, എന്നാൽ മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി, എ സി ഉണ്ടോ നോക്കിയാൽ മതി. പക്ഷെ ഇവിടെ അങ്ങനത്തെ എലമെന്റ്സും ഇല്ല. സോ ഒരു ഡയഗണൽ എലമെന്റ്സ് മാത്രമുള്ള ഒരു റിലേഷൻ ആണ് തന്നിട്ടുണ്ടെങ്കിൽ ആ റിലേഷൻ എന്താണ്, ആ റിലേഷന് ഇക്വാലൻസ് റിലേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ എന്തുകൊണ്ട് ബാക്കിയുള്ളത്, ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറഞ്ഞാൽ എലിമിനേഷൻ ആണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം വെച്ചിട്ട് എലിമിനേറ്റ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പൊ എയും സിയും ഡിയും നമ്മൾ എലിമിനേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ്, ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന്. ബി ആൻസർ വരാനുള്ള കാര്യം ഇതാണ്, ഡയഗണൽ എലമെന്റ്സ് മാത്രമേ ഉള്ളൂ. ഡയഗണൽ എലമെന്റ്സ് മാത്രമുള്ള സെറ്റ് എന്ന് പറയുന്നത് എന്താണ്, അത് സിമെട്രിക് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈ ഒരു ഏരിയയിൽ ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി റിലേഷൻസ് ആർ ദർ ഓൺ എ സെറ്റ് വിത്ത് n elements that are symmetric and a set with n elements that are reflexive and symmetric? അപ്പോ നമ്പർ ഓഫ് റിലേഷൻസ് പോസിബിൾ. ഓക്കെ, അപ്പോ സിമെട്രിക് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന എത്ര റിലേഷൻസ് നമുക്ക് ഒരു സെറ്റിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റും, അതാണ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത് ഒരേ ക്വസ്റ്റ്യനിൽ തന്നെ 2 എണ്ണം ചോദിച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യണം, സിമെട്രിക്കും റിഫ്ലക്റ്റീവും ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന റിലേഷൻസ്, എത്ര റിലേഷൻസ് നമുക്ക് ഒരു സെറ്റിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പൊ സെറ്റിലുള്ള എണ്ണം നമുക്ക് തന്നിട്ടുണ്ട്, n എലമെന്റ്സ് ആണ് ആ ഒരു സെറ്റിലുള്ളതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ആ ഒരു സെറ്റിന്റെ അകത്ത് കുറച്ച് റിലേഷൻസ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മള് നേരത്തെ തന്ന ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടു, ഇവിടെ എന്താണ് നമുക്ക് തന്നിരിക്കുന്ന സെറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു സെറ്റാണ്. ഇതാണ് നമ്മളെ സെറ്റ് എന്ന് പറയുന്നത് 0 1 2 3, അതായത് 4 എലമെന്റ്സ് ഉള്ള ഒരു സെറ്റ്. ഈ തന്നിരിക്കുന്ന എല്ലാ ഓപ്ഷൻസും എന്ത് തന്നെയാണ്, ഈ ഒരു സെറ്റിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഡിഫറെന്റ് റിലേഷൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് എത്ര റിലേഷൻസ് വേണമെങ്കിലും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും.
നമുക്ക് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഇതിനെങ്ങനെ ഓരോ പെയർ ആക്കുക. അതായത് എത്ര എണ്ണം പറ്റും നമുക്ക് എത്ര പെയർസ് ആക്കിയിട്ട് മാറ്റാൻ പറ്റും ഇതിന്. n എലമെന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് 2n മൊത്തം നമുക്ക് എത്ര എലമെന്റ്സ് ഉണ്ടാക്കാൻ പറ്റും, n² എലമെന്റ്സ് ഉണ്ടാക്കാൻ പറ്റും അല്ലെ. അതായത് നമുക്ക് a ക്രോസ് a എന്ന് പറഞ്ഞാല് അതിൽ a ക്രോസ് a എന്നുള്ള സെറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് n² എലമെന്റ്സ് ഉണ്ടാവും. ഈ ഓരോ n² എലമെന്റ്സിനെയും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിലേഷൻസ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. സോ എത്ര നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും, ഈ n² ഓരോന്നിനും നമുക്ക് ഉൾപ്പെടുത്തിയിട്ട് ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് സെറ്റ് ആക്കാം, ഇൻക്ലൂഡ് ചെയ്യാതെ നമുക്ക് സെറ്റ് ആക്കാം. അപ്പൊ അവിടെ രണ്ട് ഓപ്ഷനാണ്. സോ നമുക്ക് ടോട്ടൽ 2n² റിലേഷൻസിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എത്ര റിലേഷൻ എന്നല്ല, ആ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന 2n² റിലേഷനിലെ എത്ര റിലേഷൻസിൽ നമുക്ക് സിമെട്രിക് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ അതാണ്. അപ്പോ നമുക്കറിയാം സിമെട്രിക് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, അതിൽ AB ഉണ്ടെങ്കിൽ BA ഉണ്ടായിരിക്കണം. ഓക്കെ, അതാണ് നമുക്ക് ഉള്ള കണ്ടീഷൻ. സിമെട്രിക് ആവണമെങ്കിൽ AB ഉണ്ടെങ്കിൽ അതിൽ എന്താവണം, BA മസ്റ്റ് ആയിട്ട് ഇൻക്ലൂഡഡ് ആവണം. ദെൻ നമുക്ക് എന്താ പിന്നെയുള്ള നമുക്ക് ഡയഗണൽ എലമെന്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഡയഗണൽ എലമെന്റ്സ് എന്ത് ചെയ്യാം, ഉണ്ടാവുകയും ചെയ്യാം ഉണ്ടാവാതിരിക്കുകയും ചെയ്യാം. അത് നമുക്ക് എന്താ നമ്മുടെ ചോയ്സ് ഉണ്ട് അവിടെ. സോ നമുക്ക് എത്ര ഡയഗണൽ എലമെന്റ്സ് ഉണ്ടാവും, നമുക്ക് ഒരു റിലേഷനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന മെട്രിക്സ് ആണെങ്കിൽ എത്ര ഡയഗണൽ എലമെന്റ്സ് ഉണ്ടാവും, ഇതിൽ എത്ര റോസ് ആണ് വരുന്നത് അത്രയും ഡയഗണൽ എലമെന്റ്സ് ഉണ്ടാവും. അതായത് ഇവിടെ എത്ര റോസ് ആ വരിക, n എലമെന്റ്സ് ഉണ്ടെങ്കിൽ n റോസ് ആണ് വരുന്നത്. സോ അത്രയും ഡയഗണൽ എലമെന്റ്സ് ഉണ്ടാവും. സോ n ഡയഗണൽ എലമെന്റ്സിനെ നമുക്ക് ഒന്നുകിൽ നമ്മുടെ സെറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം അല്ലെങ്കിൽ എക്സ്ക്ലൂഡ് ചെയ്യാം. സോ അവിടെ നമുക്ക് 2 ചോയ്സ് ആണുള്ളത്. സോ നമുക്ക് എന്താണ് അവിടെ എത്ര നമ്പർ ഓഫ് എലമെന്റ്സ്, നമുക്ക് എത്ര നമ്പർ ഓഫ് ഡിഫറെന്റ് കോമ്പിനേഷൻസ് ബൈ യൂസിങ് n എലമെന്റ്സ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, 2n ആണ് അല്ലെ. ഓക്കെ, അപ്പോ നമുക്ക് ഡയഗണൽ എലമെന്റ്സ് വേണോ വേണ്ടേ എന്നുള്ളതിനനുസരിച്ച് നമുക്ക് 2n എണ്ണം റിലേഷൻസ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ദെൻ ഇതിന്റെ ഓരോന്നിനെ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനി സിമെട്രിക് ആയിട്ടുള്ള വാല്യൂസ്. അപ്പൊ AB ഉണ്ടെങ്കിൽ BA ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോ ഡയഗണൽ എലമെന്റ്സ് ഒഴിവാക്കി കഴിഞ്ഞാൽ ടോട്ടൽ n² എലമെന്റ്സ് ആണ് ഉണ്ടാവുക. ടോട്ടൽ n² കോമ്പിനേഷൻസ് നമുക്ക് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞ് അതിന് n എന്നുള്ളത് എന്താണ്, നമ്മുടെ ഡയഗണൽ എലമെന്റ്സിന്റെ ചോയ്സ് ആണ്. സോ ഡയഗണൽ എലമെന്റ്സിന് ഇനി നമുക്ക് ചോയ്സ് ഇല്ല, നമുക്ക് എടുക്കണോ വേണ്ടേ, നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. സോ n² n മൈനസ് ചെയ്ത് കഴിഞ്ഞു. ദെൻ ഇനി എന്താണ്, AB ഉണ്ടെങ്കിൽ BA ആണ്. സോ നമുക്ക് ഇതിന് രണ്ടിനെയും നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. AB ഉണ്ടെങ്കിൽ അവിടെ എന്തായാലും BA ഉണ്ടായിരിക്കണം. സോ ഇതിന്റെ പകുതി മാത്രമേ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ n² മൈനസ് n/2 എലമെന്റ്സ് കൂടെ നമുക്കുണ്ട്. സോ ഈ എലമെന്റ്സിനെ നമ്മൾക്ക് ഡിഫറെന്റ് രീതിയിലേക്ക് ഇതിൽ ഉൾപ്പെടുത്തിയാൽ നമുക്ക് എന്താ അത്രയും റിലേഷൻസ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഓരോ ഇത്രയും എണ്ണം എലമെന്റ്സ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണോ വേണ്ടേ, എക്സ്ക്ലൂഡ് ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്യണം. അവിടെ നമുക്ക് രണ്ട് ചോയ്സ് ആണത്. സോ 2 ഇവിടെ എന്ത് വരും, n² മൈനസ് n/2. ഓക്കെ, മേ ബി നിങ്ങൾ ഇതൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒന്നും കൂടെ കേട്ടിട്ടുണ്ടാവും, ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ടോട്ടൽ നമുക്ക് സിമെട്രിക് റിലേഷൻസ് പോസിബിൾ ആയിട്ടുള്ളത് 2n ഇൻറ്റു 2n² മൈനസ് n/2 ആണ്. ഓക്കെ, ഇതിനെ നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം 2 2 ആണ്. സോ നമുക്കിവിടെ പ്ലസ് കൊടുത്താൽ മതി അല്ലെ. സോ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2n ഇൻറ്റു n+1/2 ആണ്. 2n ഇൻറ്റു n+1/2. സോ ഈ ഓപ്ഷനിലും ഈ 3 ഓപ്ഷനിലും 2n ഇൻറ്റു n+1/2 വരുന്നുണ്ട്. ദെൻ ഇനി നമുക്ക് നെക്സ്റ്റ് ചോദിച്ചിട്ടില്ല, അപ്പൊ ഈ എയോ സിയോ ഡിയോ ആവാം, ബി നമുക്ക് ഇവിടെ നിന്ന് തന്നെ എലിമിനേറ്റ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ചോദിച്ചിട്ടുള്ളത് എന്താണ്, n എലമെന്റ്സ് ദാറ്റ് ആർ റിഫ്ലെക്സീവ് ആൻഡ് സിമെട്രിക്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താവണം, അത് റിഫ്ലെക്സീവ് ആവണം, അതുപോലെ തന്നെ എന്താവണം, സിമെട്രിക്കും ആവണം. ഓക്കെ, ദെൻ അപ്പോ നമുക്ക് നോക്കാം. റിഫ്ലെക്സീവ് ആവണമെങ്കിൽ എന്താണ്, മസ്റ്റ് ആയിട്ടും അതിൽ എന്തുണ്ടാവണം, 2n, അതായത് ഡയഗണൽ എലമെന്റ്സ് മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. അവിടെ നമുക്ക് ചോയ്സ് ഇല്ല, നമുക്ക് സെലക്ട് ചെയ്യാതെ ചോയ്സ് ഇല്ല. സോ നമുക്ക് എന്താണ്, ഈ 2n എന്നുള്ളത് ഇതിന് പോകും. നമുക്കിനി അവിടെ ചോയ്സ് ഇല്ല, എന്താവണം, അത് റിഫ്ലെക്സീവ് മസ്റ്റ് ആയിട്ട് റിഫ്ലെക്സീവ് ആവണം. പിന്നെ നമുക്ക് ബാക്കിയുള്ള എലമെന്റ്സ് ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം. ഓക്കെ, ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇപ്പോ നമുക്ക് എന്താണ്, ഈ ഒരു റിലേഷനെ ഇവിടെ ബി എന്ന് പറഞ്ഞിരിക്കുന്ന റിലേഷനെ എന്താണ് 0 0 1 1 2 2 3 3 3 ഇതെന്താണ്, ഇതിൽ n എലമെന്റ്സ് ഉണ്ട്, അതായത് 4 എലമെന്റ്സ് ഉണ്ട്. ഈ 4 എലമെന്റ്സ് വെച്ച് ഫോം ചെയ്തിരിക്കുന്ന ഒരു റിലേഷൻ ആണ് ഇത് അല്ലെ. അതില് ഡയഗണൽ എലമെന്റ്സ് മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ.
ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്, ഇത് വെച്ചിട്ട് എത്ര റിഫ്ലെക്സീവ് റിലേഷൻസ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും എന്നാണ് ക്വസ്റ്റ്യൻ. സോ നോക്കി, അപ്പൊ ഇതെന്തായാലും ഉണ്ടാവണം, ഇതിന് നമുക്ക് ഇതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റില്ല. ബാക്കി ഇനി ഇപ്പൊ ഈ മെട്രിക്സിൽ മൊത്തം എത്ര എലമെന്റ്സ് ഉണ്ടാവും, നമുക്ക് ഇങ്ങനെ റോസും കോളമൊക്കെ n വാല്യൂസ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ n² എലമെന്റ്സ് മൊത്തം ടോട്ടൽ എന്തുണ്ട് ഈ ഒരു മെട്രിക്സിന്റെ അകത്തുണ്ട്. ഇതില് ഈ പറഞ്ഞിരിക്കുന്ന അതായത് n² എന്ന് പറഞ്ഞാൽ ഇവിടെ 16 എലമെന്റ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഈ 16 എലമെന്റ്സിലെ 4 എണ്ണം എന്തായാലും നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സെറ്റിൽ ഉണ്ടാവണം, അത് നിർബന്ധമാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ സെറ്റ് എന്തായിട്ട് മാറുള്ളൂ, റിഫ്ലെക്സീവ് ആയിട്ട് മാറുള്ളൂ. പിന്നെ എനിക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇതിന്റെ കൂടെ എന്ത് ചെയ്യാം, എനിക്ക് ഇവിടെ 2, 3 എന്നുള്ളത് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇത് ഞാൻ ഫസ്റ്റ് ആഡ് ചെയ്ത റിലേഷൻ, അപ്പൊ നമുക്ക് റിലേഷന് 1 കിട്ടി, ഇത് മാത്രമുള്ളത്. ദെൻ ഇതിന്റെ റിലേഷൻ 2 ഞാൻ എന്ത് ചെയ്തു, അതിൽ 2, 3 ആഡ് ചെയ്തു. ദെൻ ഞാൻ എന്ത് ചെയ്തു, അടുത്ത റിലേഷൻ ആഡ് ചെയ്യാണ്. അപ്പൊ രണ്ടാമത്തെ റിലേഷൻ ആയി. ഇനി മൂന്നാമത്തെ റിലേഷൻ ഞാൻ കൊടുക്കുന്നത് എന്താണ്, 1, 2 ആഡ് ചെയ്തു. ഓക്കെ, ദെൻ നാലാമത്തെ റിലേഷൻ ഞാൻ കൊടുക്കുന്നത് അതിൽ ഞാൻ 2, 1 ആഡ് ചെയ്തു. അങ്ങനെ എത്ര എണ്ണം ഡിഫറെന്റ് ആയിട്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. സോ നമുക്ക് ഇത്രയും മസ്റ്റ് ആയിട്ട് ഉണ്ടാവണം. ബാക്കിയുള്ള ഈ n² n കുറച്ച് കഴിഞ്ഞാലുള്ള ബാക്കി എലമെന്റ്സിനെ നമുക്ക് എന്ത് ചെയ്യാം, ഉൾപ്പെടുത്തണോ വേണ്ടേ, ഇൻക്ലൂഡ് ചെയ്യാം എക്സ്ക്ലൂഡ് ചെയ്യാം. അവിടെ നമുക്ക് 2 ചോയ്സ് ഉണ്ട്. സോ 2 ചോയ്സ് വരണമെങ്കിൽ നമ്മൾ എന്താണ്, ഇപ്പൊ നിങ്ങളെ ബൂളിയൻ എന്താണ് ടേബിളൊക്കെ വരക്കൂലേ, നമ്മൾ 0s ഉം 1s ഉം വെച്ചിട്ട് നമുക്ക് എത്ര കോമ്പിനേഷൻസ് ഉണ്ടാക്കാൻ പറ്റും, n പൊസിഷൻസ് ഉണ്ടെങ്കിൽ n വേരിയബിൾസ് നമ്മൾ എന്താണ് 2n ആണ് നമ്മൾ പറയുന്നത് അല്ലേ. അതുപോലെ തന്നെ ഇവിടെ ഒന്നിനെ ഇൻക്ലൂഡ് ചെയ്യാന്നുള്ളതിന് നമ്മൾ 1 കൊടുക്കുക, എക്സ്ക്ലൂഡ് ചെയ്യാന്നുള്ളതിന് നമ്മൾ 0 കൊടുക്കുക. സോ നമുക്ക് ഇവിടെ 2 ചോയ്സ് ഉള്ളത്. മൊത്തം n എലമെന്റ്സ്, അതായത് n² - n എലമെന്റ്സ് വെച്ചിട്ട് നമുക്ക് 2 ചോയ്സ് ഉണ്ടെങ്കിൽ അതിന്റെ എത്ര കോമ്പിനേഷൻസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും, 2n² - n. ഓക്കെ, അപ്പോ ഇവിടെ ചോദിച്ചത് പിന്നെ എന്താണ്, നമുക്ക് റിഫ്ലെക്സീവ് ആവണം സിമെട്രിക്കും ആവണം. സോ റിഫ്ലെക്സീവ് ആവണമെങ്കിൽ നമുക്ക് എന്തില്ല, ഈ ഒരു ഇവിടെ ചാൻസ് ഇല്ല. പിന്നെ എന്ത് മാത്രമേ ഉള്ളൂ, നമുക്ക് ബാക്കിയുള്ള എലമെന്റ്സ് വെച്ചിട്ട് നമുക്ക് എത്രത്തോളം എന്താണ് കോമ്പിനേഷൻസ് ഉണ്ടാക്കാന്ന്. ബട്ട് ഇവിടെ റിഫ്ലെക്സീവ് അല്ല സിമെട്രിക് ആയതുകൊണ്ട് AB ഉണ്ടെങ്കിൽ നമുക്ക് B കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അതായത് ഞാനിപ്പോ എന്താ ചെയ്യുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൾറെഡി നമ്മുടെ സെറ്റിൽ എന്തുണ്ട്, ഡയഗണൽ എലമെന്റ്സ് ഉണ്ട്. ഇത് ഞാൻ ഇനി പുതിയൊരു റിലേഷൻ ഡിഫൈൻ ചെയ്യാണ് അല്ലെ. അപ്പൊ എനിക്ക് ഒരു റിലേഷൻ കിട്ടി. ഇനി രണ്ടാമത്തെ റിലേഷൻ ഞാൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, അതിലേക്ക് 2, 1 ഞാൻ ആഡ് ചെയ്തു. ഓക്കെ, ബട്ട് ഇത് സിമെട്രിക് ആവണമെങ്കിൽ എനിക്ക് 2, 1 ആഡ് ചെയ്തിട്ട് രണ്ടാമത്തെ റിലേഷൻ ആയി കൗണ്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, ഇത് സിമെട്രിക് ആവണമെങ്കിൽ എനിക്ക് ഇതിൽ എന്തും കൂടെ ആഡ് ചെയ്യണം, 1, 2 കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോ ഇവിടെയുള്ള 2 എലമെന്റ്സിന് ഒരു റിലേഷനല്ലേ എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയതുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, by2 എന്ന് കൊടുക്കുന്നത്. ഓക്കെ, ഇത് സിമെട്രിക്കും കൂടി ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ എണ്ണം അതിന്റെ പകുതിയായിട്ട് കുറയും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും, റിഫ്ലെക്സീവും സിമെട്രിക്കും ആയിട്ട് വരണമെങ്കിൽ അതിന്റെ എണ്ണം എന്ന് പറയുന്നത് n² - n/2 കിട്ടും. ദെൻ ഇതിനെ n പുറത്തേക്ക് എടുത്താൽ n × n - 1/2 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, 2n × n - 1/2 എന്ന് കിട്ടി. അതാണ് ഈ ഒരു ഭാഗത്ത് വരുന്ന നമ്പേഴ്സ്. റിഫ്ലെക്സീവും സിമെട്രിക്കും ആയിട്ട് വരുന്ന 2n × n - 1/2. അപ്പോ ഇത് കറക്റ്റ് ഓപ്ഷൻ വരുന്ന ഇവിടെ ഏതാണ്, D ആണ്. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ റിഫ്ലെക്സീവ് മാത്രമായിട്ടുള്ള എത്ര റിലേഷൻസ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയാനോ. റിഫ്ലെക്സീവ് മാത്രമായിട്ടുള്ള എത്ര റിലേഷൻസ് നമുക്ക്, ഇവിടെ പറഞ്ഞത് എന്താണ്, ഈ ഒരു നമ്പർ എന്ന് പറയുന്നത് എന്താണ്, അത് റിഫ്ലെക്സീവും സിമെട്രിക്കും ആയിരിക്കും. ദെൻ ഈ തന്നിരിക്കുന്നത് എന്താ, 2n × n + 1/2 എന്ന് പറഞ്ഞാൽ അത് സിമെട്രിക് മാത്രമായിട്ടുള്ളതാണ്. ഓക്കെ, ദെൻ ഞാൻ ചോദിച്ചത് റിഫ്ലെക്സീവ് മാത്രമായിട്ട് നമുക്ക് എത്ര റിലേഷൻസ് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ എന്താണ്, നമുക്ക് ഡയഗണൽ എലമെന്റ്സ് എന്തായാലും മസ്റ്റ് ആണ്. ദെൻ അവിടെ നമുക്ക് ചോയ്സ് ഇല്ല, ഡയഗണൽ എലമെന്റ്സ് മസ്റ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യണം. ബാക്കി n² - n എന്നുള്ള എലമെന്റ്സ് വെച്ച് നമുക്ക് ചോയ്സ് ഉണ്ട്. സോ എന്താണ് 2n² - n എന്ന്. ഇവിടെ എന്ത് വേണ്ട, നമുക്ക് by2 എന്ന് വേണ്ട. കാരണം എന്താണ്, റിഫ്ലെക്സീവ് ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് 2, 1 മാത്രം ആഡ് ചെയ്തിട്ട് അത് ഒന്നായിട്ട് കൗണ്ട് ചെയ്യാം. നമുക്ക് അവിടെ 1, 2 എന്ന് നിർബന്ധമില്ല. സിമെട്രിക് ആവണമെങ്കിൽ മാത്രമാണ് 2, 1 ആഡ് ചെയ്താൽ നമ്മൾ 1, 2 ആഡ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അപ്പോ റിഫ്ലെക്സീവ് റിലേഷൻസ് മാത്രമാണെങ്കിൽ 2n² - n എന്നുള്ളതാണ്. ഞാനത് എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ, ദെൻ സിമെട്രിക് റിലേഷൻ ആണെങ്കിൽ എങ്ങനെ വരുന്നത് എന്നും അതിന്റെ എക്സാമ്പിൾ കൊടുത്തിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓരോന്നിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് അത് ഡിഫൈൻ ചെയ്ത് വരുന്നത്. 2n × 2n² - n/2. അതിന് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടും. ഇവിടെ
കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഓക്കെ, then നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ലെറ്റ് പി ബി ദ സെറ്റ് ഓഫ് ഓൾ പീപ്പിൾ, ലെറ്റ് ആർ ബി എ ബൈനറി റിലേഷൻ ഓൺ പി സച്ച് ദാറ്റ് എ ബി ഈസ് ഇൻ ആർ ഇഫ് എ ഇസ് എ ബ്രദർ ഓഫ് ബി. ഓക്കെ, ഇതൊക്കെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇസ് ആർ സിമെട്രിക്, ട്രാൻസിറ്റീവ് ആൻഡ് ഇക്വാലൻസ് റിലേഷൻ ഓർ എ പാർഷ്യൽ ഓർഡർ റിലേഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്, നമുക്കൊരു സെറ്റ് തന്നിട്ടുണ്ട്. എന്താണ്? സെറ്റ് ഓഫ് പീപ്പിൾസ് ആണ്, കുറെ ആളുകളുണ്ട്. ദെൻ ആ ഒരു ആളുകൾക്കിടയിൽ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഒരു റിലേഷന് ഡിഫൈൻ ചെയ്യാണ്. ഓക്കെ, ഇവിടെ കുറെ ആളുകളുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ക്ലാസ്സിലെയോ അല്ലെങ്കിൽ വീട്ടിലെയോ സ്കൂളിലെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഗ്യാങ്ങിന്റെയോ ഒക്കെ ആളുകളാണ് ഈ ഒരു സെറ്റിലുള്ളതെന്ന് വിചാരിക്കുക. ദെൻ നിങ്ങൾ എന്ത് ചെയ്യാണ്, ഇവരെ തമ്മിൽ പെയർ ചെയ്യാണ്. അപ്പൊ നമ്മൾ പെയർ ചെയ്യുന്നതാണ് നമ്മളെ റിലേഷൻ. നമ്മൾ എന്ത് ചെയ്യണം പറയുന്നത്, നിങ്ങൾ എന്താണ് എയും ബിയും തമ്മിൽ പെയർ ആവണമെങ്കിൽ എന്ത് ചെയ്യണം, എ ഈസ് ദ ബ്രദർ ഓഫ് ബി ആവണം. അങ്ങനെ അതായത് ബ്രദറും നിങ്ങൾ നിങ്ങളുടെ ബ്രദറുമായിട്ട് കൂടിയിട്ട് പെയർ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ഓരോ ഗ്രൂപ്പ് ആക്കി വെക്കുക. രണ്ടാള് നമ്മൾ ഗ്രൂപ്പ് ആക്കിയിട്ട് മാറ്റുകയാണ്. പക്ഷെ ആ രണ്ടുപേര് എന്തായിരിക്കും, ഒരാള് മറ്റാളുടെ ബ്രദർ ആയിരിക്കും. അങ്ങനെ ഒരു റിലേഷൻ ആണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ ആ റിലേഷന് സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ, ഇക്വാലൻസ് റിലേഷൻ ആണോ, അതോ പാർഷ്യൽ ഓർഡർ റിലേഷൻ ആണോ? ഇവിടെ 4 കാര്യങ്ങൾ നമുക്ക് നോക്കണം. ഫസ്റ്റ് സിമെട്രിക് ആണോ, ദെൻ ട്രാൻസിറ്റീവ് ആണോ, ദെൻ ഇക്വാലൻസ് ആണോ, ദെൻ നമുക്ക് പാർഷ്യൽ ഓർഡർ ആണോ? ഓക്കെ, അപ്പോ ഇതെങ്ങനെ നമുക്ക് നോക്കാം. അപ്പോ എ ബി എന്ന് പറയുന്നത് എന്താണ്, ഒരു പെയർ ആണെങ്കിൽ എന്തായിരിക്കും, എ ഈസ് ദി ബ്രദർ ഓഫ് ബി. എ ഈസ് എ ബ്രദർ ഓഫ് ബി. ഓക്കെ, അപ്പോ എന്റെ ബ്രദർ ആയിരിക്കണം ബി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഇക്വാലൻസ് റിലേഷൻ ആണെങ്കിലും പാർഷ്യൽ ഓർഡർ റിലേഷൻ ആണെങ്കിലും ഫസ്റ്റ് എന്ത് ചെയ്യണം, അത് റിഫ്ലെക്സീവ് ആവണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത് രണ്ടും എന്താവുള്ളൂ, സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. അതായത് ഇക്വാലൻസ് റിലേഷന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ പറഞ്ഞില്ലേ, എന്തായിരുന്നു, റിഫ്ലെക്സീവ് ആകണം, അതുപോലെ തന്നെ സിമെട്രിക് ആവണം, അതുപോലെ തന്നെ അത് ട്രാൻസിറ്റീവ് ആവണം. ഇനി പാർഷ്യൽ ഓർഡർ ആണ് പറയുന്നത് ആണെങ്കിലോ റിഫ്ലെക്സീവ് ആവണം, പിന്നെ സിമെട്രിക്കിന്റെ പകരം അത് ആന്റി സിമെട്രിക് ആവണം, ദെൻ എന്താവണം, പിന്നെ ട്രാൻസിറ്റീവ് ആണ്. സോ റിഫ്ലെക്സീവ് എന്നുള്ളത് രണ്ടിനും ആണല്ലോ. അപ്പൊ നമുക്ക് ആദ്യം റിഫ്ലെക്സീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോ നമ്മൾ എന്താവണം, എ എന്ന് പറയുന്നത് എ ബി, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, എ എന്നുള്ള പെയർ ആക്കാൻ പറ്റണം. ഓക്കെ, എ എന്നുള്ള പെയർ ആക്കണമെങ്കിൽ എന്താണ്, എന്റെ ബ്രദർ ആവണം. അങ്ങനെ ആവോ? ഒരാൾക്ക് എങ്ങനെ ആയാലും അയാളുടെ ബ്രദർ ആക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. സോ ഇതെന്തല്ല, ഇതൊരു റിഫ്ലെക്സീവ് റിലേഷൻ അല്ല. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഇത് രണ്ടും നോ ആണെന്ന് കിട്ടി. ഇതൊരിക്കലും എന്താവില്ല, ഇത് ഇക്വാലൻസ് റിലേഷൻ ആവില്ല, പാർഷ്യൽ ഓർഡർ റിലേഷൻ ആവില്ല. സോ ലാസ്റ്റ് രണ്ടും നോ വരണം. ഓക്കെ, അപ്പൊ ഇവിടെ രണ്ടും വരുന്നുണ്ട്. അപ്പൊ ബാക്കി ഇവിടെ എസ് വരുന്നുണ്ട്, ഇവിടെ എസ് വരുന്നുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ റിമൂവ് ചെയ്യാം. ഈ 2 ഓപ്ഷനും നമ്മൾ എലിമിനേറ്റ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ബാക്കി നോക്കിയാൽ മതി. ഇനി നമുക്ക് നോക്കേണ്ടത് സിമെട്രിക് ആണോ എന്നാണ്. അപ്പൊ സിമെട്രിക് ആവണമെങ്കിൽ എന്താണ്, എ ബി ഉണ്ടെങ്കിൽ എന്താവണം, ബിയും എയും ഉണ്ടാവണം, ബിയും എയും വരണം. ഓക്കെ, അപ്പൊ ഇതിന്റെ മീനിങ് എന്താണ്, എയും ബിയും റിലേറ്റഡ് ആവാന്ന് പറഞ്ഞാൽ എന്താണ്, എ എന്ന് പറയുന്നത് ബിന്റെ ബ്രദർ ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, ബി എന്ന് പറയുന്നത് എന്റെ ബ്രദർ ആവണം. ബട്ട് അത് പോസിബിൾ ആണ്. ഇപ്പോ ഇതെന്താണ്, ഈ ബി എന്ന് പറയുന്നത് എന്താണ്, ഒരു ലേഡി ആണെങ്കിൽ ഈ ലേഡിന്റെ ബ്രദർ ആണ് എ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ആവുമ്പോ എന്താണ്, ഇവിടെ ലേഡിയാണ് ബി എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും എന്റെ ബ്രദർ ആവില്ലല്ലോ. അപ്പോ ഇതും എന്തല്ല, നെസസറിലി എന്തല്ല, നമുക്ക് ഷുവർ ആയിട്ട് പറയാൻ പറ്റില്ല. മേ ബി ആവാം, പക്ഷെ എന്തല്ല, നമുക്ക് ഷുവർ ആയിട്ട് പറയാൻ പറ്റില്ല. സോ എന്താണ്, ഇവിടെ സിമെട്രിക് അല്ല എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, സിമെട്രിക് അല്ല. ഓക്കെ, നോക്കാം. X is a brother of Y, so Y should be the brother of X, which is not necessary. Y might be a sister of X. Okay, അപ്പൊ നമ്മള് എക്സും വൈ ആക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ എന്താവണം, X is a brother of Y ആവണം. എക്സും വൈയും ഉണ്ടെങ്കിൽ എക്സ് എന്താവണം, ബ്രദർ ആവണം. പക്ഷെ അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈ എക്സ് ഉണ്ടാവണമെങ്കിൽ വൈ എന്താവണം, എക്സിന്റെ ബ്രദറും ആവണം. പക്ഷെ അത് സിസ്റ്ററും ആവാലോ. സോ അത് നെസസറി കണ്ടീഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് ഇതിന് നമുക്ക് സിമെട്രിക് ആണെന്നും പറയാൻ പറ്റില്ല. സോ സിമെട്രിക് വന്നത് എന്താ, ഫസ്റ്റ്. അപ്പൊ ഫസ്റ്റത്തത് നോ വരുന്നത്. അപ്പൊ ഈ 2 ഓപ്ഷനും നമുക്ക് എലിമിനേറ്റ് ചെയ്യാനായില്ല. ഇവിടെ രണ്ടിടത്തും എന്ത് തന്നെയാണ്, ഫസ്റ്റത്തത് നോ ആണ്. അപ്പൊ നമുക്ക് ഇനി നോക്കേണ്ടത് ഇത് ട്രാൻസിറ്റീവ് ആണോ അല്ലേ എന്നാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ ട്രാൻസിറ്റീവ് ആവാന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മള് 3 പെയേഴ്സിനെ കൺസിഡർ ചെയ്യണം. ഓക്കെ, ബിയും എയും എന്താണ്, സോറി, എയും ബിയും ബ്രദേഴ്സ് ആണ്.
ഓക്കെ, അപ്പൊ എ എന്താണ്? എ ബിന്റെ ബ്രദറാണ്. നമ്മൾ ബിയും സിയും നോക്കി. ബിയും സിയും നോക്കിയപ്പോൾ ബി എന്തായിരുന്നു? സിന്റെ ബ്രദറാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ്? എയും സിയും, എ എന്ന് പറയുന്ന സിന്റെ ബ്രദർ ആവോ? ആവില്ലേ? ഇപ്പൊ എന്താണ്? ഒരു ഫാമിലിയിൽ 3 ആളുകൾ ഉണ്ടെങ്കിൽ എ എന്താണ്? എ എന്ന് പറയുന്നത് മൂത്ത ആള്. ഓക്കെ, മൂത്ത ബ്രദറാണ്. ദെൻ ബി എന്ന് പറയുന്നത് അതിന്റെ താഴെ വന്ന ബ്രദറാണ്. അപ്പൊ ഇവിടെ എന്താണ്? ബി ഇസ് ദ ബ്രദർ ഓഫ് സി എന്ന് പറഞ്ഞതുകൊണ്ട് ഇതെന്താണ്? ബ്രദറാണ്. അപ്പൊ ഇത് മെയിലാണെന്ന് കിട്ടി. എയും ദെൻ നമുക്കിനി പറയാനാണ് എ എന്ന് പറയുന്നത്. സോ നമുക്ക് ഇവിടെ എന്താണ്? ഇത് ട്രാൻസിറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ബാക്കി എല്ലാ പ്രോപ്പർട്ടി എന്താണ്? ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അതായത് നോ, യെസ്, നോ, നോ. അതായത് സിമെട്രിക് അല്ല, ട്രാൻസിറ്റീവ് ആണ്, ദെൻ ഇക്വാലൻസ് റിലേഷനും അല്ല, പാർഷ്യൽ ഓർഡർ റിലേഷനും അല്ല. ഓക്കെ, അപ്പൊ പാർഷ്യൽ ഓർഡർ റിലേഷൻ എന്ന് പറഞ്ഞാൽ റിലേഷൻ മസ്റ്റ് ബി റിഫ്ലെക്സീവ്, ട്രാൻസിറ്റീവ് ആൻഡ് ആന്റി സിമെട്രിക്, ബട്ട് ആർ ഇസ് നോട്ട് റിഫ്ലെക്സീവ്. ഇവിടെ രണ്ടും അല്ല, റിഫ്ലെക്സീവ് അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഇക്വാലൻസും അല്ല, പാർഷ്യൽ ഓർഡറും അല്ല. ദെൻ നമ്മളിത് ട്രാൻസിറ്റീവ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ഫോളോവിങ് പ്രോപ്പർട്ടീസ്: റിഫ്ലെക്സീവ്, ആന്റി സിമെട്രിക് ആൻഡ് സിമെട്രിക്. ലെറ്റ് എ ഈക്വൽ ടു എ ബി സി ഡി അപ് ടു ജി. ജി വരെയുള്ള നമ്പേഴ്സ്, എ ബി സി ഡി ഇ എഫ് ജി എച്ച് ജി വരെ ഉള്ളൂ. എച്ച് ഇത് ഇത്രയും എലിമെന്റ്സ് ഇല്ല, അത് റിപ്പീറ്റഡ്ലി വന്നതാണ്. ആൻഡ് ആർ ഈക്വൽ ടു എ എ ബി ബി സി ഡി സി ജി ഡി ജി ഇ ഇ എഫ് എഫ് ജി ജി. Be a relation on A. Which of the following property or properties is satisfied by the relation R? Okay, അപ്പൊ നമുക്ക് ഇവിടെ ഒരു സെറ്റും തന്നിട്ടുണ്ട്, ഒരു റിലേഷനും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഇത് എ ബി സി എന്ന് കൊടുക്കണേ. 1 2 3 എ സി. ഓക്കെ, ഈ എ ബി സിയിൽ ഏതൊക്കെ പ്രോപ്പർട്ടീസ് ആണ് ഈ ഒരു റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ പറഞ്ഞ പോലെ നോക്കുക. റിഫ്ലെക്സീവ് ആവണമെങ്കിൽ എന്ത് വേണം? എയിലുള്ള ഓരോ എലമെന്റ്സും ആ ഒരു എലമെന്റ് ആയിട്ട് റിലേറ്റഡ് ആവണം. അതായത് എയിലുള്ളത് കൊണ്ട് എ ആറിൽ വരണം, ബി ബി ആറിൽ വരണം, സി സി ആറിൽ വരണം, ഡി ഡി ആറിൽ വരണം, ഇ ആറിൽ വരണം, എഫ് എഫ് ആറിൽ വരണം, ജി ജി ആറിൽ വരണം. അപ്പൊ നമുക്ക് നോക്കാം, എല്ലാം ഉണ്ട്. എ ഉണ്ട്, ബി ബി ഉണ്ട്, ദെൻ സി സി ഉണ്ടോ? ഇല്ല. അപ്പൊ സി സി ഇല്ല. സോ ഇതെന്തല്ല? റിഫ്ലെക്സീവ് അല്ല. അപ്പൊ ഓൺലി എ എന്നുള്ള ഓപ്ഷൻ നമുക്ക് ഔട്ട് ചെയ്യാം. ബോത്ത് എ ആൻഡ് ബി നമുക്ക് ഔട്ട് ചെയ്യാം. ഓൺലി സിയോ അല്ലെങ്കിൽ ബി നോട്ട് എ. അപ്പൊ ഇതും ആവാൻ ചാൻസ് ഉണ്ട്, നോട്ട് എ എന്നായതുകൊണ്ട്. സോ നമുക്ക് ഈ 2 ഓപ്ഷൻസ് നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ആന്റി സിമെട്രിക് ആണ്. സോ ആന്റി സിമെട്രിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ആന്റി സിമെട്രിക് എന്ന് പറഞ്ഞാല് എ റിലേഷൻ ആർ ഇസ് ആന്റി സിമെട്രിക് ഇഫ് ഫോർ ഓൾ എ ആൻഡ് ബി ഇൻ എ ഇഫ് ആർ ഓഫ് എക്സ് വൈ വിത്ത് എക്സ് ഇസ് നോട്ട് ഈക്വൽ ടു വൈ ദെൻ ആർ yx must not be whole. Or equivalently, if rx xy and ry x then x equal to y. അതായത് ഇതെന്തല്ല? സിമെട്രിക് ആവരുത്. സിമെട്രിക് ആവണമെങ്കിൽ എന്താണ്? എ ബി ഉണ്ടെങ്കിൽ ബി എ ഉണ്ടാവണം. ഓക്കെ, അപ്പൊ സിമെട്രിക് ആവണമെങ്കിൽ ആവരുത് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബി ഉണ്ടെങ്കിൽ എന്തുണ്ടാവാൻ പാടില്ല? ബി എ ഉണ്ടാവാൻ പാടില്ല. സോ ഓക്കെ, ദെൻ ആന്റിസിമെട്രിക്കല് ഇതാണ് ആന്റിസിമെട്രി. അതായത് സിമെട്രി അവിടെ വരാൻ പാടില്ല. പക്ഷെ ഇതിന്റെ കൂടെ എന്തുണ്ടാവാം? എ എ ഉണ്ടാവാം. ശരിക്കും നമ്മൾ എ എടുത്താൽ ഇതിനൊരു സിമെട്രി ഉണ്ടല്ലോ. അതായത് ഇതിനെ നമ്മൾ നോക്കിയാൽ തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തെന്നെയാണ് കിട്ടുക? എ തന്നെയാണ് വരുന്നത്. സോ ഇവിടെ ഒരു സിമെട്രി ഉണ്ട്. പക്ഷെ ഈ സിമെട്രി പോസിബിൾ ആണ്. നമുക്ക് എന്ത് മാത്രമേ പാടില്ലാത്തതുള്ളൂ? എ ബി ഉണ്ടെങ്കിൽ ബി എ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, ദെൻ എ എ ബി ബി അങ്ങനെയുള്ള എന്താണ് ഡയഗണൽ എലിമെന്റ്സ് വരാം. പക്ഷെ എ ബി ഉണ്ടെങ്കിൽ ബി എ ഉണ്ടാവാൻ പാടില്ല. അതിനെയാണ് നമ്മൾ ആന്റി സിമെട്രിക് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വേറൊരു റിലേഷൻ ഉണ്ട്. അതിലെന്താണ്? എ ബി ഉണ്ടെങ്കിൽ ബി എ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ ഡയഗണൽ എലിമെന്റ്സ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഒരു സിമെട്രി പറയുന്നുണ്ട്. അതേതാണ്? അത് ആന്റി സിമെട്രി അല്ല, അത് എസിമെട്രി ആണ്.
ഓക്കെ, അപ്പൊ രണ്ടും മാറിപ്പോകരുത്. സിമെട്രി ആണെങ്കിൽ ഒരിക്കലും സിമെട്രിക് ആവാൻ പാടില്ല. ഏത് കേസ് നോക്കിയാലും അത് സിമെട്രിക് ആവാനേ പാടില്ല. എ ബി ഉണ്ടെങ്കിൽ ബി എ ഉണ്ടാവാനും പാടില്ല. അതുപോലെ തന്നെ ഡയഗണൽ എലമെന്റ്സും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, ദെൻ ആന്റി സിമെട്രിക് ആണെങ്കിൽ അവിടെ എ ബി ഉണ്ടെങ്കിൽ ബി എ ഉണ്ടാവാൻ പാടില്ല, ബട്ട് ഡയഗണൽ എലമെന്റ്സ് ഉണ്ടാവാം. ഓക്കെ, അപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഇത് നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ആന്റി സിമെട്രിക് ആണെന്ന്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്, ചില ഡയഗണൽ എലമെന്റ്സ് ഉണ്ട്. സോ എന്താണ്, ആന്റി സിമെട്രിക് ആവാം, അല്ലെങ്കിൽ എന്താ ആവാതിരിക്കുക. ഇനി നമുക്ക് നോക്കേണ്ടത് സി ഡി ഉണ്ടെങ്കിൽ ഡി സി വരുന്നുണ്ടോ. അപ്പൊ ഇവിടെ സി ഡി ഉണ്ട്, ഇനി നമുക്ക് ഡി ജി ഉണ്ട്, അപ്പൊ ഡി സി ഇല്ല. അതുപോലെ തന്നെ സി ജി ഇവിടെ ഉണ്ട്, സോ ജി സി ഉണ്ടോ നോക്കണം. ഓക്കെ, ഇവിടെ ജി ജി മാത്രമേ ഉള്ളൂ, അപ്പൊ ജി സി ഇല്ല. ദെൻ ഡി ജി ഉണ്ട്, അപ്പൊ ജി ഡി ഉണ്ടോ നോക്കണം. ഓക്കെ, അപ്പൊ അതില്ല. അപ്പൊ ഇതെന്തല്ല, ആന്റി സിമെട്രിക്കും അല്ല, സോറി, ഇത് ആന്റി സിമെട്രിക് ആണ്. അതായത് ഇവിടെ സിമെട്രി അല്ല, എന്താ സി ഡി ഉള്ളത് കൊണ്ട് ഇവിടെ ഡി സി ഇല്ല. ഡി സി ഇല്ലാത്തത് കൊണ്ട് ഇത് ആന്റി സിമെട്രിക് ആണെന്ന് പറയാം. ദെൻ സി ജി ഉള്ളത് കൊണ്ട് ഇവിടെ ജി സി ഇല്ല, സോ ആന്റി സിമെട്രിക് ആണെന്ന് പറയാം. ഡി ജി ഉള്ളപ്പോ ജി ഡി ഇല്ല. ഓക്കെ, അപ്പൊ ഇത് ആന്റി സിമെട്രിക് ആണ്. അപ്പൊ നമുക്ക് ആന്റി സിമെട്രിക് ആണെന്ന് കിട്ടി. ഇനി നമുക്ക് ഇവിടെ സിമെട്രിക് ആണോന്നാ ചോദിച്ചത്. അപ്പൊ ആന്റി സിമെട്രിക് ആണെങ്കിൽ എന്തായാലും അത് സിമെട്രിക് ആവില്ല. സിമെട്രിക് ആവണമെങ്കിൽ നമുക്ക് എന്ത് വേണം, സി ഡി ഉണ്ടെങ്കിൽ ഡി സി ഉണ്ടാവണം, സി ജി ഉണ്ടെങ്കിൽ ജി സി ഉണ്ടാവണം. ഇത് ഇല്ലാത്തത് കൊണ്ടാണ് ഇത് ആന്റി സിമെട്രിക് ആയത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഇത് ആന്റി സിമെട്രിക് ആണ്, റിഫ്ലെക്സീവും അല്ല, അതുപോലെ തന്നെ സിമെട്രിക്കും അല്ല. സോ ഓൺലി സി എന്നുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടുന്ന് എലിമിനേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ബി ആണ്, ആന്റിസിമെട്രിക് ആണ്, ബട്ട് നോട്ട് എ, റിഫ്ലെക്സീവ് അല്ല. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ പറയുന്നത്. ഇത് ആന്റിസിമെട്രിക് ആണ്, പക്ഷെ റിഫ്ലെക്സീവും സിമെട്രിക്കും അല്ല. ഓക്കെ, അപ്പൊ ഓപ്ഷൻ വെച്ച് നോക്കുമ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടില്ല, നമുക്ക് കുറച്ച് റിലേഷൻസ് തന്നിട്ടുണ്ട്. ആ റിലേഷൻസ് പാർഷ്യൽ ഓർഡർ റിലേഷൻ ആണോ എന്ന് ചോദിച്ചത്. സോ പാർഷ്യൽ ഓർഡർ റിലേഷൻ ആവണമെങ്കിൽ നമുക്ക് എന്താണ്, ചില പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യണം. അത് ഏതൊക്കെയാണ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്? ഒന്ന് അതെന്താണ്, റിഫ്ലെക്സീവ് ആവണം, ആന്റി സിമെട്രിക് ആവണം, അതുപോലെ തന്നെ ട്രാൻസിറ്റീവ് ആവണം. സോ നമുക്ക് തന്നിരിക്കുന്ന ഫസ്റ്റ് സെറ്റ് നോക്കാം. R1 എന്ന് പറയുന്നത് എ ബി എന്നുള്ള പെയർ ആണ് ഇതിലുണ്ടെങ്കിൽ എ ബി ബിലോങ്സ് ടു സെഡ് ആവണം, അതുപോലെ തന്നെ എ ലെസ് ദാൻ ബി ആണ്. സോ എന്താണ് സെഡ് എന്ന് പറഞ്ഞാല്, ഞാൻ പറഞ്ഞു നമുക്ക് ഈ നൊട്ടേഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. സെഡ് എന്ന് പറഞ്ഞാൽ ഇൻഡിജേഴ്സ് ആണ്, സെറ്റ് ഓഫ് ഇൻഡിജേഴ്സിനെ നമ്മൾ സെഡ് റെപ്രസെന്റ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ആർ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. ദാറ്റ് ഇസ് ആൻഡ് ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, സെറ്റ് ഓഫ് ഫ്രാക്ഷണൽ നമ്പേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഇൻഡിജേഴ്സ് ആണ് നോക്കേണ്ടത്. അപ്പൊ എയും ബിയും ഇൻഡിജർ ആവണം, എ ലെസ് ദാൻ ബിയും ആവണം. അങ്ങനെയാണെങ്കിൽ എ ബി എവിടെ ഉണ്ടാവും, R1 എന്നുള്ള സെറ്റിൽ ഉണ്ടാവും. സോ നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. നമുക്ക് ഓരോ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന ചെക്ക് ചെയ്യണം. അപ്പൊ ആണോ റിഫ്ലെക്സീവ് ആണോ നോക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഒരു ഇൻഡിജർ സെലക്ട് ചെയ്യുക. അപ്പൊ ഞാൻ 2 എന്നുള്ള ഒരു ഇൻഡിജർ സെലക്ട് ചെയ്തു. ദെൻ എന്ത് ചെയ്യണം, 2 കൊണ്ട് തന്നെ റിലേറ്റഡ് ആവണം, അല്ലെ. 2 എന്നുള്ള പെയർ എവിടെ വരണം, R1 വരണം. സോ നമ്മൾ എന്ത് ചെയ്തു, 2 എന്നുള്ള പെയർ കൺസിഡർ ചെയ്യാണ്. അപ്പൊ എന്ത് ചെയ്യണം, ഈ രണ്ട് കണ്ടീഷൻ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കാം. എ ബി ബിലോങ്സ് ടു സെഡ്. അപ്പൊ എ ബി എന്ന് പറഞ്ഞാൽ അവിടെ 2 ആണ്, ബിലോങ്സ് ടു ഇൻഡിജർ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ കണ്ടീഷൻ ഓക്കെയാണ്. ദെൻ അഗെയിൻ എന്തുണ്ട്, എ ഈസ് ലെസ് ദാൻ ബി ആവണം. 2 ഈസ് ലെസ് ദാൻ 2 എന്ന് നമുക്ക് പറയാൻ പറ്റുമോ, ഇല്ലല്ലോ. 2 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ ഓക്കെ, പക്ഷെ 2 ഈസ് ലെസ് ദാൻ 2 നമുക്ക് പറയാൻ പറ്റില്ല. സോ ഈ റിലേഷൻ റിഫ്ലെക്സീവ് അല്ല എന്ന് കിട്ടി. റിഫ്ലെക്സീവ് അല്ലെങ്കിൽ അത് ഒരിക്കലും എന്താവില്ല, പാർഷ്യൽ ഓർഡർ അല്ല. സോ നമുക്ക് ബാക്കിയുള്ളതൊന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് നമുക്ക് R2 വന്ന് നോക്കാം. R2 വന്നത് എന്താണ്, എ ബി ബിലോങ്സ് ടു സെഡ്, എ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് കൊടുക്കാം. അപ്പൊ ഇത് റിഫ്ലെക്സീവ് ആണെന്ന് കിട്ടി. അപ്പോ നമുക്ക് ഒരു കണ്ടീഷൻ കിട്ടി, റിഫ്ലെക്സീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് എന്താണ്, അത് ആന്റി സിമെട്രിക് ആണോ നോക്കണം. സോ ആന്റി സിമെട്രിക് ആണെങ്കിൽ ഞാൻ നെക്സ്റ്റ് ഒരു പെയർ ഇവിടെ കൺസിഡർ ചെയ്തു, 2 5 എന്നുള്ള. 2 5 എന്താണ്, ബിലോങ്സ് ടു ഇൻഡിജർ ആണ്. then 2 is less than or equal to 5 ആണ്. അപ്പൊ ലെസ് ദാൻ എന്താണ് 5 ആണ്. സോ നമുക്ക് ഇത് എവിടെ വരും, R2 വരും. ദെൻ എന്താണ് നമുക്ക് ഇനി നോക്കേണ്ടത്, അത് ആന്റി സിമെട്രിക് ആണോ എന്നാണ്. സോ 2 ലെസ് ദാൻ 5 ആണെങ്കിൽ ആന്റി സിമെട്രിക് ആണെങ്കിൽ ഒരിക്കലും 5 2 എന്നുള്ള റിലേഷൻ എന്ത് വരാൻ പാടില്ല, 5 2 എന്നുള്ള പെയർ റിലേഷനിൽ വരാൻ പാടില്ല. സോ നമ്മൾ 5 2 കൺസിഡർ ചെയ്യാം. 5 2 കൺസിഡർ ചെയ്യുമ്പോൾ ഇത് വരണം എന്നുണ്ടെങ്കിൽ എന്താവണം, 5 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആവണം. പക്ഷെ ഒരിക്കലും 5 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 അല്ല, ആണോ, 5 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 അല്ലല്ലോ. സോ എന്താണ് ഇവിടെ
നമുക്ക് ഒരിക്കലും 2 5 ഉണ്ടെങ്കിൽ 5 2 വരില്ല. അതുപോലെ തന്നെ 1 2 ഉണ്ടെങ്കിൽ ഒരിക്കലും 2 1 വരില്ല. അതുപോലെ തന്നെ 5 10 ഉണ്ടെങ്കിൽ ഒരിക്കലും 10 5 വരില്ല. കാരണം ലെസ് ദാൻ എന്നുള്ളത് എന്താണ്, നമുക്ക് തിരിച്ചും അതുപോലെ തന്നെ ചെയ്യാൻ പറ്റും. അതായത് കമ്മ്യൂട്ടേറ്റീവ് അല്ല. ഓക്കെ, അപ്പൊ ഇതെന്താണ്, ഇത് ആന്റിസിമെട്രിക് ആണെന്ന് നമുക്ക് കിട്ടി. R2 ആന്റിസിമെട്രിക്കും ആണ്. ഇനി നമുക്ക് നോക്കണം അത് ട്രാൻസിറ്റീവ് ആണോ. സോ ഞാൻ എന്ത് ചെയ്തു, 2 5 എടുത്തു, അതുപോലെ തന്നെ 5 10 എടുത്തു. കാരണം എന്താണ്, 2 is less than 5 ആണ്, അതുപോലെ തന്നെ 5 less than 10 ആണ്. ഈ 3 നമ്പേഴ്സും ഇന്റിജേഴ്സ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഈ 2 പെയറിനെ നമുക്ക് R2 ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാം. ബട്ട് ഇനി നമുക്ക് നോക്കുന്നത് ട്രാൻസിറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ 5 5 ഇതിനെ എലിമിനേറ്റ് ചെയ്തിട്ട് 2 ഉം 10 എന്നുള്ള പെയർ എവിടെ വേണം, നമ്മുടെ R2 വരുന്നുണ്ടോ നോക്കാം. 2 ഉം 10 വരണമെങ്കിൽ എന്താവണം, 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്നുള്ള സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കാം. 2 ലെസ് ദാൻ 10 ആണ്. സോ ഇത് എന്താണ്, ട്രാൻസിറ്റീവും കൂടെ ആണ്. സോ നമുക്ക് എന്ത് പറയാം, R2 എന്താണ്, പാർഷ്യൽ ഓർഡർ ആണ്. സോ R2 പാർഷ്യൽ ഓർഡർ ആണെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ നോട്ട് പാർഷ്യൽ ഓർഡർ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ തന്നെ നമുക്ക് ആൻസർ കിട്ടി. ഇനി നെക്സ്റ്റ് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. R1 ഇസ് നോട്ട് പാർഷ്യൽ ഓർഡർ ബട്ട് R2 ആൻഡ് R3 ആർ പാർഷ്യൽ ഓർഡർ. അപ്പൊ നമ്മൾ 3 ഓപ്ഷൻസ് ഇവിടെ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. എക്സാം ഹോളിലാണെങ്കിൽ നമുക്ക് ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ബട്ട് നമുക്ക് ഇതും കൂടെ നോക്കാം. ഇവിടെ എന്താണ്, സെറ്റുകളാണ് പറയുന്നത്. എയും ബിയും 2 സെറ്റ് ആണ്. അത് പവർ സെറ്റിൽ വരുന്ന 2 സെറ്റ് ആണ്. ദെൻ അങ്ങനെയാണെങ്കിൽ എ ഇസ് എ സബ്സെറ്റ് ഓഫ് ബി എന്നുള്ളതാണ് തന്നിട്ടുള്ളത്. സോ നമുക്ക് 2 സെറ്റ് കൺസിഡർ ചെയ്യാം. അത് റിഫ്ലെക്സീവ് ആണെങ്കിൽ എന്താണ്, ഇപ്പൊ എ എന്നുള്ള ഒരു സെറ്റ് ആണെങ്കിൽ എ എന്ത് ചെയ്യണം, എ ആയിട്ട് തന്നെ റിലേറ്റഡ് ആവണം. അപ്പോ എന്താണ്, അതിന്റെ എ ഈസ് എന്റെ സബ്സെറ്റ് ആവണം. അപ്പൊ നമുക്കറിയാം എന്താണ്, ഓരോ സെറ്റും ആ സെറ്റിന്റെ തന്നെ സബ്സെറ്റ് ആണ്. സോ നമുക്ക് റിഫ്ലെക്സീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് ആന്റി സിമെട്രിക് ആണോ എന്നാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ എയും ബിയും എന്നുള്ള 2 സെറ്റ് എടുത്തു കഴിഞ്ഞാൽ എന്താണ്, എ ഇസ് എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ, എ ഇസ് എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ ബി ഇസ് എ സബ്സെറ്റ് ഓഫ് എ ആവോ? അതാവില്ലല്ലോ. കാരണം എന്താണ്, അത് രണ്ടും ഈക്വൽ ആണെങ്കിൽ മാത്രമേ അതാവുള്ളൂ. അതാണ് ആന്റിസിമെട്രി. അപ്പോ ഇത് രണ്ടും ഈക്വൽ അല്ലാത്ത സമയത്ത് ഒരിക്കലും എന്താവില്ല, ബി ഇസ് എ സബ്സെറ്റ് ഓഫ് എ. അതായത് ഇപ്പൊ എ ഇസ് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, അവിടെ എ ഇസ് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ എയിലെ എലമെന്റ്സിന്റെ എണ്ണം കുറവാണ് ബിയിനേക്കാളും. ബിയിൽ കുറച്ചുകൂടെ കൂടുതൽ എലമെന്റ്സ് ഉണ്ടാവും. അതായത് എയിലുള്ള എല്ലാ എലമെന്റ്സും ബിയിൽ ഉണ്ടാവും. ഇൻക്ലൂഡ് ബിയിൽ എന്തുണ്ടാവും, അഡീഷണൽ കുറച്ച് എലമെന്റ്സും കൂടെ ഉണ്ടാവും. സോ എന്തല്ല, ഇവിടെ ബി എയിൽ സബ്സെറ്റ് ആവില്ല. അപ്പൊ ഇത് നമുക്ക് എന്ത് പറയാം, ആന്റിസിമെട്രിക് ആണെന്നും പറയാം. ദെൻ ട്രാൻസിറ്റീവ് ആണോ എന്നുള്ളത്, എ ഒരു ബിന്റെ സബ്സെറ്റ്, എ എന്ന് പറഞ്ഞാല് ബിന്റെ സബ്സെറ്റ് ആണ്. ബി എന്ന് പറയുന്നത് അനദർ ഡി സബ്സെറ്റ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്, എയിലുള്ള എല്ലാ എലമെന്റ്സും ബിയിലുണ്ട്, ബിയിലുള്ള എല്ലാ എലമെന്റ്സും ഡിയിലും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എയിലുള്ള എല്ലാ എലമെന്റ്സും ഡിയിൽ ഉണ്ടാവുമല്ലോ. സോ എ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എ സബ്സെറ്റ് ഓഫ് ഡി എന്ന് കിട്ടും. സോ ഇത് എന്താണ്, ട്രാൻസിറ്റീവ് ആണ്. സോ ഇവിടെ R2 R3 എന്താണ്, ഇറ്റ്സ് പാർഷ്യൽ ഓർഡർ റിലേഷൻ ആണ്. പക്ഷെ R1 മാത്രം പാർഷ്യൽ ഓർഡർ റിലേഷൻ അല്ല. ഓക്കെ, അപ്പോ അതിന്റെ ഓരോന്നിന്റെ എക്സ്പ്ലനേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്, വിത്ത് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ സ്ലൈഡും കൂടെ നോക്കാം. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് എ ഈക്വൽ ടു, ഒരു സെറ്റ് തന്നിട്ടുണ്ട്. ലെറ്റ് ഡിവിഷൻ ബി എ പാർഷ്യൽ ഓർഡർ ഡിഫൈൻഡ് ബൈ എ ബൈ ബി ഇഫ് എ ഡിവൈഡ്സ് ബി നമ്പർ ഓഫ് എഡ്ജസ് ഇൻ ഹെസ്സെ ഡയഗ്രാം ഓഫ് എ ഡിവൈഡ്സ്. ഓക്കെ, അപ്പൊ ഇത് നെക്സ്റ്റ് നമുക്ക് വന്നത്, നമ്മളിപ്പോ എന്തൊക്കെ പറഞ്ഞു, റിലേഷന് പറഞ്ഞു, സെറ്റ് പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് നമ്മൾ ടൈപ്സ് ഓഫ് റിലേഷൻസ് പറഞ്ഞു, അതിന്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞു. ദെൻ നമ്പേഴ്സ് എത്ര നമ്പേഴ്സ് ഓഫ് സിമെട്രിക്കും അതുപോലെ തന്നെ റിഫ്ലെക്സീവ് റിലേഷൻസ് പറഞ്ഞു. ദെൻ പാർഷ്യൽ ഓർഡറും ഇക്വാലൻസ് റിലേഷനും പറഞ്ഞു. പാർഷ്യൽ ഓർഡറിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് പൊസെറ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പോ ഈ ഒരു പാർഷ്യൽ ഓർഡർ റിലേഷന് ഇൻക്ലൂഡിങ് എന്താണ്, ഒരു സെറ്റും അതിന്റെ കൂടെ ഒരു ഓപ്പറേഷനും ഉണ്ടാവും. ഓക്കെ, ദെൻ ഇതിനെ ഒന്നിച്ച് നമ്മൾ പൊസെറ്റ് എന്ന് പറയും. അതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡയഗ്രാണ് ഹെസ്സെ ഡയഗ്രാം എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഈ ഒരു പാർഷ്യൽ ഓർഡർ റിലേഷന് നമ്മളൊരു ഹെസ്സെ ഡയഗ്രാം ആക്കിയിട്ട് മാറ്റാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ അതിൽ എത്ര എഡ്ജസ് ഉണ്ടാവും എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ എലമെന്റ്സ് വെച്ചിട്ട് എങ്ങനെ പാർഷ്യൽ ഓർഡർ റിലേഷന് വരക്കാൻ നോക്കാം. ഫസ്റ്റ് നമുക്ക് ഇവിടെ 1 തന്നിട്ടുണ്ടെങ്കിൽ 1 ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ദെൻ നമുക്ക് എന്താണ് നെക്സ്റ്റ് റോ കൊടുക്കേണ്ടത്, 1 ഉണ്ടെങ്കിൽ ആദ്യം 1 സ്റ്റാർട്ട് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് അപ്പർ, അതിന്റെ മുകളിലേക്ക് വരണം. ഓക്കെ, അതിൽ എന്ത് വരണം, പ്രൈം നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. ഓക്കെ, അപ്പോ നമുക്ക് കിട്ടും 3 ഉം 1 ഉം.
ഇനി നമുക്ക് എന്താണ് ഡിവൈഡ്സ് എന്നാണ്. അപ്പൊ ഇത് ഈ കൊടുത്തിരിക്കുന്ന ഇത് തന്നിരിക്കുന്ന ഓരോ എലമെന്റ്സും തമ്മിൽ റിലേഷൻ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ഇപ്പൊ 2 എന്നുള്ളത് 1 ഒന്ന് എനിക്ക് കണക്ട് ചെയ്യാൻ ഉണ്ടെങ്കിൽ എന്ത് വേണം? 2നെ 1 കൊണ്ട് എനിക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അതുപോലെ തന്നെ 2ഉം 3യും ഞാൻ കണക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അങ്ങനെ അല്ലെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ആ ഒരു റിലേഷന് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് 9:30 ആയാല് സ്റ്റോപ്പ് ചെയ്തൂടെ? അതോ മിസ്സായതുകൊണ്ട് കുറച്ചുകൂടെ നീട്ടിയെടുക്കണം? ഓക്കെ, അപ്പോ എന്താണ്, ഞാൻ ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്താൽ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യണതിനെ നമ്മൾ ഹെസ്സേ ഡയഗ്രം എന്ന് പറയും. ഓക്കെ, അപ്പോൾ എന്താണ്, നമുക്കറിയാം 1 നമുക്ക് എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ ഞാൻ എന്ത് ചെയ്യാണ്, 1 3ലേക്കും 3 1ലേക്ക് 2 3 ഓരോ എഡ്ജ് 1ലേക്ക് കൊടുക്കുകയാണ്. എന്തുകൊണ്ടാണ് ഞാൻ കൊടുത്തത്? ഈ ഒരു എഡ്ജിന്റെ മീനിങ് എന്താണ്? ഇവിടെ ഒരു റിലേഷൻ ഉണ്ട്. റിലേഷൻ എപ്പോഴാണ് വരുന്നത്? ഇവിടെ പറഞ്ഞിരിക്കുന്ന റിലേഷൻ ഡിവൈഡ്സ് ആയതുകൊണ്ട് 2നെ നമുക്ക് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ എഡ്ജ് കൊടുത്തത്. എഡ്ജിന്റെ മീനിങ് ഇത് രണ്ട് റിലേറ്റഡ് ആണ്. അതായത് 2 എന്ന് പറഞ്ഞാൽ 2 1ലേക്കാണ് റിലേഷൻ. പാർഷ്യൽ ഓർഡർ റിലേഷൻ ആയതുകൊണ്ട് ഇത് ഒരിക്കലും സിമെട്രിക് അല്ല. 1ൽ നിന്ന് 2ലേക്ക് റിലേഷൻ ഇല്ല. ഓക്കെ, ആന്റി സിമെട്രിക് ആണ്. ആന്റി സിമെട്രിക് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് 2ലേക്ക് 1 ഉണ്ടെങ്കിൽ 1 2ലേക്ക് വരിക. ഇത് ആന്റി സിമെട്രിക് ആണെങ്കിൽ ഒരിക്കലും പാർഷ്യൽ ഓർഡറിലെ എസ്സേ ഡയഗ്രാമിൽ താഴേക്ക് റിലേഷൻ ഇല്ല, മുകളിലേക്ക് മാത്രമേ റിലേഷൻ ഉള്ളൂ. ഓക്കെ, ഇത് നമുക്ക് നെക്സ്റ്റ് എലമെന്റ് നോക്കാം. 4 ആണ്. അപ്പൊ 4 നമ്മൾ എഴുതുന്നതിന് മുന്നേ നോക്കാം. 4ന്റെ ഡിവിസർ ആയിട്ട് ഇവിടെ നമ്മൾ മുന്നിൽ ഏതാ ഉള്ളത് എന്ന്. അപ്പൊ 2ഉം 3യും ആണ് ഇനി മുകളിൽ കിടക്കുന്നത്. സോ നമുക്ക് 4 എന്താണ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ അതിന്റെ മുകളിൽ വെച്ചിട്ട് ഇതിന് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുള്ളതുകൊണ്ട് നമ്മളൊരു എന്ത് ചെയ്തു, റിലേഷൻ അവിടെ കൊടുത്തു. റിലേഷൻ എന്ന് പറഞ്ഞാൽ ഞാനൊരു എഡ്ജ് ആഡ് ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ് വന്നത് 6 ആണ്. 6നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ ഞാൻ 3ന്റെ മുകളിൽ 6 കൊടുത്തിട്ട് ആ റിലേഷൻ ഡിഫൈൻ ചെയ്തു. ഈ 6നെ ആഡ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ നോക്കണം ഇനി വേറെ ഏതെങ്കിലും എലമെന്റിനെ ഇങ്ങോട്ട് താഴേക്ക് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോ നോക്കാം, താഴേക്ക് അല്ലെങ്കിൽ മുകളിലേക്ക് അല്ലെ. 2 എന്നുള്ളത് നമുക്ക് എവിടേക്ക് റിലേറ്റ് ചെയ്യാം? 6ലേക്ക് റിലേറ്റ് ചെയ്യാം. കാരണം എന്താണ്, നമുക്ക് 6/2 എന്നുള്ളത് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് നമുക്ക് 24 ആണ് വരുന്നത്. സോ 24നെ ഞാൻ എന്ത് ചെയ്തു, 4ന്റെ ഇവിടെ കൊടുത്തു. കാരണം 24നെ എനിക്ക് എന്ത് ചെയ്യാം, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. മാത്രമല്ല 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഇനി അത് വരുന്നത് 36 ആണ്. സോ നമുക്ക് 36നെ കൊടുക്കാം. 36 നമുക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അതുപോലെ തന്നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ദെൻ ഞാൻ ഇനി 72 കൊടുത്തു. അപ്പോൾ ഇത് ഞാൻ ഈ കൊടുക്കുന്ന ഓർഡർ ഇങ്ങനെ മുകളിലേക്ക് തന്നെ കൊടുക്കണം. നേരെ ഒരിക്കലും വരാൻ പാടില്ല. ഓക്കെ, നേരെ നമുക്ക് ഒരിക്കലും റിലേഷന് വരാൻ പാടില്ല. നേരെ വന്നാൽ അതിന് മീനിങ് അത് എന്താണ്, സിമെട്രിക് ആണെന്നുള്ളതാണ്. സോ നമുക്ക് നേരെ കൊടുക്കാൻ പാടില്ല. ഇനി 72 നമുക്ക് 24 കൊണ്ട് 36 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെ കൊടുത്തു. അപ്പൊ ഇതാണ് ഇപ്പൊ എല്ലാ എലമെന്റ്സും ആയല്ലോ. സോ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹെസ്സേ ഡയഗ്രം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു പാർഷ്യൽ ഓർഡർ റിലേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഒരു ഹെസ്സേ ഡയഗ്രം വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ദെൻ ഇനി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ്, ഇതിൽ എത്ര എഡ്ജസ് ഉണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് എഡ്ജസ് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11. സോ 11 എഡ്ജസ് ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ഡയഗ്രം ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇനി ഹെസ്സേ ഡയഗ്രാം എന്താന്നുള്ളതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ ഇവിടെ ഒരു സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ ഒന്നുകൂടെ വായിച്ചു നോക്കാം. ഓക്കെ, അപ്പോ ടൈം ഈ ഒരു ക്വസ്റ്റിനും കൂടെ പറയാം. ഹെസ്സേ ഡയഗ്രത്തിൽ ഒരു ക്വസ്റ്റിനും കൂടെ പറയാം. കൺസിഡർ പാർഷ്യലി ഓർഡർ സെറ്റ് എസ് ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് ഇവിടെ ഒരു സെറ്റ് തന്നിട്ടുണ്ട്. ഡിസ്ക്രൈബ്ഡ് ബൈ ദ ഹെസ്സേ ഡയഗ്രാം ഇൻ ദ ഫോളോയിങ് ഫിഗർ. അപ്പൊ ആ ഒരു ഫിഗർ വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഹെസ്സേ ഡയഗ്രത്തിനെ ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ദ അപ്പർ ബൗണ്ട് ഇസ് ബി, ദ മിനിമൽ എലമെന്റ്സ് ഇസ് ഒ, ദ മാക്സിമൽ എലമെന്റ്സ് ആർ എ ബി സി, ദെൻ മിനിമൽ എലമെന്റ്സ് ആർ ഒ എൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഹെസ്സേ ഡയഗ്രാം തന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ഹെസ്സേ ഡയഗ്രാം കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ഹെസ്സേ ഡയഗ്രത്തിന് ചില പ്രത്യേകതകളുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ മീനിങ് എന്താ, ഇപ്പൊ ഈ ഒരു 1 എന്നുള്ളത് 2 കൊണ്ട് റിലേറ്റഡ് ആണ്, പക്ഷെ 1 എന്നുള്ളത് 4 കൊണ്ട് റിലേറ്റഡ് ആണോ? അപ്പോ പാർഷ്യൽ ഓർഡർ റിലേഷൻ ആണ്. നമുക്കറിയാം എന്താണ്, ട്രാൻസിറ്റീവ് ആണ്. അപ്പൊ ഇവിടെ നോക്കിയേ, 1 2 കൊണ്ട് റിലേറ്റഡ് ആണ്, 2 4ന് റിലേറ്റഡ് ആണ്. അപ്പൊ എന്തായാലും എന്താണ്, 4
ആയിട്ട് റിലേറ്റഡ് ആണ് അല്ലെ, ട്രാൻസിറ്റീവ് ആണല്ലോ. സോ ഇവിടെ റിലേഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ എന്താണ് ഇതിനെ മിനിമൽ എലമെന്റ് എന്നാ പറയാ. മിനിമൽ എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എലമെന്റ്സിനും മിനിമം ആയിരിക്കും അതിന്റെ വാല്യൂ. അപ്പൊ നമ്മൾ എസ്സേ ഡയഗ്രം വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും താഴെ വരുന്ന എലമെന്റ് അതിന്റെ മിനിമൽ ആയിരിക്കും. അതുപോലെ തന്നെ ഏറ്റവും മുകളിൽ വരുന്നത് അതിന്റെ മാക്സിമൽ എലമെന്റ് ആയിരിക്കും. ഇനി ഈ ഒരു മിനിമൽ എലമെന്റും മാക്സിമൽ എലമെന്റും ഇവിടെ തന്നിരിക്കുന്ന എല്ലാ എലമെന്റ്സ് ആയിട്ട് റിലേറ്റഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന എല്ലാ സെറ്റിലുള്ള എല്ലാ എലമെന്റ്സ് ആയിട്ട് റിലേറ്റഡ് ആണെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം, അത് നമുക്ക് അപ്പർ ബൗണ്ട് എന്ന് പറയാം. മാക്സിമൽ ആണെങ്കിൽ, മിനിമൽ ആണെങ്കിൽ എല്ലാത്തിനായിട്ട് കണക്റ്റഡ് ആയിട്ട് വരുന്ന മിനിമലിനെ നമുക്ക് ലോവർ ബൗണ്ട് എന്ന് പറയാം. എല്ലാത്തിനായിട്ട് കണക്റ്റഡ് ആയിട്ട് വരുന്ന മാക്സിമൽ എലമെന്റിനെ നമുക്ക് അപ്പർ ബൗണ്ട് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്താണ്, ഇവിടെ ഇതൊരു ക്ലോസ്ഡ് ആയിട്ടുള്ളതാണ്. ഇത് ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ട് വന്നതുകൊണ്ട് തന്നെ ഈ 72 എന്ന് പറയുന്നത് ഇവിടെ എല്ലാത്തിനായിട്ട് റിലേറ്റഡ് ആണ്. എല്ലാത്തിനായിട്ടല്ല, അല്ലെങ്കിൽ 72 24 72 റിലേറ്റഡ് ആണ്, 4ഉം 24 റിലേറ്റഡ് ആണ്, 2ഉം 4ഉം റിലേറ്റഡ് ആണ്, 1ഉം 2 റിലേറ്റഡ് ആണ്. ഓക്കെ, അപ്പോ എന്താണ് ഇവിടെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇവിടെ ക്ലോസ്ഡ് ആയതുകൊണ്ട് തന്നെ ഇത് ഇതിന്റെ അപ്പർ ബൗണ്ട് ആണ്. ഈ 1ന് നമുക്ക് എന്ത് പറയാം, ഇതിന്റെ ലോവർ ബൗണ്ട് ആണ്. ഇങ്ങനെ നമ്മൾ ഒരു സെറ്റ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് എന്താണ്, അതിന് ഒരു അപ്പർ ബൗണ്ട്, ഓരോ പെയർ ഓഫ് എലമെന്റ്സിനും നമുക്ക് അപ്പർ ബൗണ്ട് ലോവർ ബൗണ്ട് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ വേറൊരു പേര് പറയും. എന്താണ്, ലാറ്റിസ് എന്നാണ് പറയാം. ഓക്കെ, അതും കൂടി ഈ ഒരു ഏരിയയിൽ നമുക്ക് പഠിക്കാനുള്ള ഏരിയയാണ് ലാറ്റിസ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ് എടുത്ത സമയത്തും അതുപോലെ തന്നെ ഇതിന് തൊട്ട് മുന്നിൽ MCQലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് കൂടെ നോക്കണം, അതും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു ഫിഗറിൽ എന്താ ചോദിച്ചിട്ടുള്ളത്, അപ്പർ ബൗണ്ട് ഇസ് ബി. ഇതിന്റെ അപ്പർ ബൗണ്ട് ബി ആണെന്നാ പറഞ്ഞത്. അത് ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ട്രൂ എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പർ ബൗണ്ട് ബി ആവണമെങ്കിൽ എന്താണ്, ഈ ബി എ ആയിട്ട് റിലേറ്റഡ് ആണ്. നമുക്ക് എങ്ങനെ ട്രാൻസിറ്റീവ് ആയിട്ട് നോക്കുകയാണെങ്കിൽ എന്തല്ല, ബി എ ആയിട്ട് റിലേറ്റഡ് അല്ല. ഇവിടെ എന്തില്ല, ഇവിടെ ഒരു ക്ലോസ് എഡ്ജ് ഇല്ല അല്ലെ. എല്ലാതും ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് മുകളിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് അപ്പർ ബൗണ്ട് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ സി എന്തല്ല, ബി ആയിട്ട് റിലേഷൻ ഇല്ല, എച്ചിന് റിലേഷൻ ഇല്ല. സോ നമുക്ക് എന്തല്ല, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ ട്രൂ അല്ല. ഇത് നമുക്ക് നോക്കാം, മിനിമൽ എലമെന്റ് ഇസ് ഓ. അപ്പോൾ ഓ എന്താണ്, ഈ ഓ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെയുള്ള എന്താണ്, മിനിമൽ എലമെന്റ് ആണ്. ലോവർ ബൗണ്ട് അല്ലെങ്കിലും ഇതെന്താണ്, മിനിമൽ എലമെന്റ് ആണ്. ഓ എന്നുള്ളത് ഇവിടെ മിനിമൽ എലമെന്റ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. മാക്സിമൽ എലമെന്റ്സ് ആർ ABC. ഓക്കെ, അപ്പൊ മാക്സിമൽ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്ന ഈ എനെ കൺസിഡർ ചെയ്യുമ്പോൾ എ ആയിട്ട് റിലേറ്റഡ് ആയിരിക്കുന്നതിൽ മാക്സിമം ആയാൽ മതി. അല്ലാതെ തന്നിരിക്കുന്ന എല്ലാത്തിലും മാക്സിമം ആവണമെന്നില്ല. എന്താണ്, മാക്സിമൽ എലമെന്റ് ആണ്. അങ്ങനെ ആവണമെങ്കിൽ അപ്പർ ബൗണ്ട് ആണെങ്കിലാണ് നമ്മൾ എന്ത് പറയുന്നത്, എല്ലാത്തിനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇത് മാക്സിമൽ എലമെന്റ്സ് എയും ബിയും സിയും ആണ്. കാരണം എ കുറച്ച് എലമെന്റിനായിട്ട് റിലേറ്റഡ് ആണ്, അതിൽ ഏറ്റവും മാക്സിമം എ ആണ്. അതുപോലെ തന്നെ ബി കുറച്ച് എലമെന്റ്സ് ആയിട്ട് റിലേറ്റഡ് ആണ്, അതിൽ ഏറ്റവും മാക്സിമം ബി ആണ്. അതുപോലെ തന്നെ സി കുറച്ച് എലമെന്റ്സ് ആയിട്ട് റിലേറ്റഡ് ആണ്, അതിൽ ഏറ്റവും വലുത് സി ആണ്. സോ നമുക്ക് എന്താ പറയാം, മാക്സിമം എലമെന്റ്സ് ആർ ABC എന്ന് പറയാം. ദ മിനിമൽ എലമെന്റ്സ് ആർ ON. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഇവിടെ മാക്സിമൽ എലമെന്റ്സ് ആർ ABC, മിനിമം എലമെന്റ്സ് ആർ ഓയും എന്നും. ഓക്കെ, ഇവിടെ മിനിമൽ എലമെന്റ് ഈസ് O. ഓക്കെ, അപ്പൊ ഇവിടെ ഇതും എന്ത് തന്നെയാണ്, ട്രൂ ആണ്. മിനിമൽ എലമെന്റ്സ് ആർ ഓയും എന്നും. ഓയും എന്നും എന്താണ്, ഇവിടെ മിനിമൽ എലമെന്റ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പൊ മിനിമൽ എലമെന്റ്സ് ഇസ് O എന്നുള്ളതും ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, മിനിമൽ ആയതുകൊണ്ട് എന്താണ് ഇവിടെ എന്തല്ല തന്നിട്ടുള്ളത്, ലോവർ ബൗണ്ട് അല്ല തന്നിട്ടുള്ളത്. ലോവർ ബൗണ്ട് ആണെങ്കിലാണ് നമുക്ക് എല്ലാത്തിനെയും കൺസിഡർ ചെയ്യേണ്ടത്. സോ നമുക്ക് ഇവിടെ ഓപ്ഷൻ അപ്പർ ബൗണ്ട് എന്നുള്ള ഓപ്ഷൻ മാത്രമാണ് ഇവിടെ ഫാൾസ്, ബാക്കിയെല്ലാം നമുക്ക് ട്രൂ ആണെന്ന് പറയാം. ഓക്കെ, അപ്പോ ഹെസ്സേ ഡയഗ്രം എന്താന്നുള്ളതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഹെസ്സേ ഡയഗ്രം ഇസ് എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് റിലേഷൻസ് ഓഫ് എലമെന്റ്സ് ഓഫ് പാർഷ്യലി ഓർഡേർഡ് സെറ്റ്. അതായത് സെറ്റിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനെയാണ് നമ്മൾ ഹെസ്സേ ഡയഗ്രം എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ആൻ ഇംപ്ലൈഡ് അപ്വേർഡ് ഓറിയന്റേഷൻ. അപ്പോൾ റിലേഷൻ കിടക്കുന്നത് എടുക്കാണ്, അപ്വേർഡിലേക്കാണ് റിലേഷൻ ഉള്ളത്. എ പോയിന്റ് ഇസ് ഡ്രോൺ ഫോർ ഈച്ച് എലമെന്റ് ഓഫ് ദ പാർഷ്യലി ഓർഡേർഡ് സെറ്റ് ആൻഡ് ജോയിൻഡ് വിത്ത് ദ ലൈൻ സെഗ്മെന്റ് അക്കോർഡിംഗ് ടു ദ ഫോളോവിംഗ് റൂൾസ്. ഈ റൂൾസ് വെച്ചിട്ടാണ്. ഇഫ് P is less than Q in the poset, then the point is corresponding to P appears lower in the drawing. ഓക്കെ, അപ്പോ P ചെറുതാണെങ്കിൽ താഴെ വരണം, പോയിന്റ് കറസ്പോണ്ടിങ് ടു Q. Qനെക്കാളും ചെറുത് താഴെ P വരണം. ദെൻ
the 2 points P and Q be joined by line segment if P is related to Q. ഇനി പിന്റെയും ക്യൂവിന്റെയും ഇടയിൽ ഒരു ലൈൻ ഉണ്ടെങ്കിൽ, ലൈൻ വരക്കണമെങ്കിൽ എന്താവണം, പിയും ക്യൂവും റിലേറ്റഡ് ആവണം എന്നത്. ഇങ്ങനെ വരയ്ക്കുന്ന ഡയഗ്രത്തിനാണ് നമ്മൾ ഹെസ്സേ ഡയഗ്രം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സെറ്റ് തിയറിന്ന് ഡിസ്കസ് ചെയ്തത്. ദെൻ ഇതിൽ വരുന്നത് ഇനി എന്താണ്, ലാറ്റിസിന്റെ ഭാഗത്തു നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ ഭാഗം കൂടെ നിങ്ങൾ നോക്കുക. അപ്പൊ ഇത്രയും നമ്മൾ ഒരു ഓവറോൾ ആയിട്ടുള്ള വ്യൂ എന്താണ് ഡിസ്ക്രീറ്റ് മാത്സിലെ സെറ്റ് തിയറിന് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം.